Okay, good morning. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Morning, ma'am. Audio video Morning, clear ma'am. Good morning, Good ma'am. morning, ma'am. audio video clear ആണോ? അതെ മാം. നമുക്ക് ഈ ടേബിളിന്റെ മുകളിലും തിരിച്ചിരിക്കുന്ന മാത്സ് എല്ലാം കാണുന്നുണ്ട് മാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രേയർ കഴിഞ്ഞു? ഇല്ല മാം. ഓക്കെ പ്ലീസ്. യെസ്, ആരാ പ്രേയർ? ആരില്ലേ? പ്രേയർ ചെയ്യാൻ ആരില്ലേ? ഞാൻ പറയാം മാം. Loving God, we place ourselves in your care. Bless our teachers with wisdom, patience, and kindness. Bless all the students with unity, friendship, and understanding. Guide us in our studies and help us grow in knowledge and character. May our learning environment be filled with peace and success. Bless us all today and always. Thank you. ഓക്കെ, വേറെ ആരും വെച്ചല്ലോ ആയിരുന്നു? Thought of the day പറയട്ടെ മാം. ഓക്കെ. Every child is special. Let them shine. ഓക്കെ, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ നിങ്ങൾക്ക്? 11:45 വരെ ക്ലാസ്സിലെത്തും. കാരണം 12 നിങ്ങൾക്ക് റെഗുലർ ക്ലാസ് ഉള്ളതാണല്ലോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? 13-ലുള്ളവരും ജോയിൻ ആയിട്ടുണ്ടോ? Yes, ma'am. ഓൺലൈൻ പറഞ്ഞു. അപ്പൊ ജസ്റ്റ് ഞാനൊരു ഇൻട്രോ പറയാം. ഞാൻ മൊഡ്യൂൾ 3-ന്റെ ഒരു ബ്രീഫിംഗ് സെഷൻ 7th നിങ്ങൾ പ്രാക്ടീസ് സെഷന് വരുന്നതിന് മുമ്പ് ഒരു ക്ലാസ് എടുക്കും. അതിന് ഈവനിങ് സെഷൻ ആയിരിക്കും. അതിന് ഇപ്പൊ നമുക്ക് ഓൺലൈനിൽ പ്രാക്ടിക്കൽ ഡെമോ ക്ലാസ് കാണാം. അതിന് മുമ്പ് പറയാം, നമ്മുടെ ഡോക്ടർ പറയാൻ മോണ്ടിസോറി അവര് സ്കൂളിൽ നിന്ന് പറയാനോ ക്ലാസ് റൂമിൽ പറയാനോ അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പൊ അതിന് പകരം അവര് ചിൽഡ്രൻസ് ഹൗസ് അതിൽ നിന്ന് വരുന്ന ഇറ്റാലിയൻ വേർഡായ കാസാഡി റാപ്പിഡി എന്നായിരുന്നു മോണ്ടിസോറി സ്കൂളുകളെ വിളിച്ചിരുന്നത്. അപ്പൊ ഈ ചിൽഡ്രൻസ് ഹൗസിൽ ക്ലാസ് റൂം ഇല്ല. സാധാരണ സ്കൂളുകളിൽ കാണുന്നത് പോലെ ക്ലോസ്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂമുകളില്ല. അവിടെ എല്ലാം ഓപ്പൺ സ്പേസ് ആയിരുന്നു. നിറയെ വരാന്തകളും ഇൻസൈഡും ഔട്ട്സൈഡും അങ്ങനെ ഇൻഡോർ ഔട്ട്ഡോർ കണക്ട് ചെയ്യുന്ന രീതിയിൽ വലിയ വരാന്തകളായിരുന്നു. കുട്ടികൾക്ക് ഈസിലി മൂവ് ചെയ്യാനൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ആ ഒരു എൻവയോൺമെന്റ് ഉണ്ടായിരുന്നു. മൂവ്മെന്റ് ആണ് ഹ്യൂമൻ ബീങ്ങിനെ ആക്റ്റീവ് ആക്കുന്നത്, ലൈവ് ആക്കുന്നതെന്നാണ് മറിയാം മോണ്ടിസോറി പറയുന്നത്. സാധാരണ ക്ലാസ് റൂം ആകുമ്പോൾ അവരൊരു ചെയറിൽ ഇങ്ങനെ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇങ്ങനെ ഇരിക്കും. അവർക്ക് അവിടെ അനങ്ങാൻ പറ്റില്ല. ടീച്ചർ എന്തെങ്കിലും പറയാൻ മാത്രമാണ് അവർക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പെർമിഷൻ ഉള്ളൂ. പക്ഷെ മോണ്ടിസോറി എൻവയോൺമെന്റ് അങ്ങനെയാണ്. അപ്പൊ ഈ മോണ്ടിസോറി എൻവയോൺമെന്റിനെ കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് മറിയാം മോണ്ടിസോറി കുറെ റിസർച്ചും അനാലിസിസിന് ശേഷം ഇങ്ങനെ ഒരു എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്തത്. അപ്പൊ ഈ മോണ്ടിസോറി എൻവയോൺമെന്റിനെ മെയിൻ ആയിട്ട് 5 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 5 ഏരിയാസ് ആണ് പറയുന്നത്. നിങ്ങളുടെ മോഡ്യൂൾ 3 സിലബസ് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 5 പാർട്ട് ഉണ്ട് മോഡ്യൂൾ 3ക്ക്. പ്രാക്ടിക്കൽ സെഷൻ ആണ് മോഡ്യൂൾ 3. അതിന്റെ തിയറി എക്സാം ഒന്നുമില്ല. ഈ 5 പാർട്ട് എന്ന് പറയുന്നത് ഡോക്ടർ മറിയാം മോണ്ടിസോറി എൻവയോൺമെന്റിനെ ഡിവൈഡ് ചെയ്ത 5 ഏരിയാസ് ആണ്. നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്നത് ഈ 5 ഏരിയാസിന് ബേസ് ചെയ്ത്. ഇതിൽ ഒരു ഏരിയ ബയോളജി, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ഏരിയ. സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ. ബയോളജി സയൻസ് എന്ന് പറയുമ്പോൾ ബയോളജിയും സുവോളജിയും ബോട്ടണിയും എല്ലാം അതിനകത്ത് വരും. അപ്പൊ സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ഏരിയ എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് ചെയ്യാൻ നമ്മുടെ മോണ്ടിസോറി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ മോണ്ടിസോറി സ്കൂളുകളിൽ അവിടെ നിറയെ മാപ്പ്, അറ്റ്ലസ്, ഗ്ലോബ്, പിന്നെ ചില കട്ട്ഔട്ട്സ്, പിക്ചേഴ്സ്, പിന്നെ സുവോളജി എന്നൊക്കെ പറയുമ്പോഴേക്കും അനിമൽസിന്റെ പിക്ചേഴ്സ്, ബോട്ടണി എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ കുട്ടികൾ ചെടി വളർത്തുന്നുണ്ടാവും, ഗാർഡനിങ് ഉണ്ടാവും. അങ്ങനെ മണ്ണുമായിട്ടുള്ള കുറെ ആക്ടിവിറ്റീസും വാട്ടർ പ്ലേ ഏരിയ, അങ്ങനെ മ്യൂസിക്കൽ ഏരിയ, ഇതെല്ലാമാണ് അവിടെ വരുന്നത്. അവിടെ നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാനായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ നിങ്ങൾക്ക്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാകും, ഗ്ലോബ് ഉണ്ടാകും, മാപ്പ് ഉണ്ടാകും, അറ്റ്ലസ് ഉണ്ടാകും, പിന്നെ സോളാർ സിസ്റ്റത്തിന്റെ മോഡൽസ് ഉണ്ടാകും. അങ്ങനെ പല പല കാര്യങ്ങളും ആണ് സയൻസ്,
ജോഗ്രഫി ആൻഡ് അതർ കൾച്ചർ ഏരിയയും വരുന്നത്. ബാക്കി 4 ഏരിയയാണ് നമ്മൾ പ്രാക്ടിക്കലി മെറ്റീരിയൽസ് ഉള്ളത് നമ്മൾ ചെയ്തത്. ഞാൻ ജോഗ്രഫിയുടെ കഴിഞ്ഞിട്ട് 3 കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ജോഗ്രഫി ഇപ്പോൾ തന്നെ അത് പേഴ്സണൽ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാകും. അതിൽ ഒരാൾക്ക് ഷെയർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. 13 ബാച്ചിലോ ഓൾറെഡി ഞാൻ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം. ഫസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ലേറ്റ് ആയതായിരുന്നു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സെറ്റ് ചെയ്യായിരുന്നു, ഓഡിയോ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. വീട്ടിലല്ലേ ഓഫീസിൽ, നമ്മുടെ ഓഫീസിൽ വന്നിട്ടാണ് ഓഡിയോ വീഡിയോ ചെക്ക് ചെയ്യണം. കാരണം ഡെമോ ക്ലാസ് കൂടെ ആയിരുന്നു, അതുകൊണ്ടാണ് സമയം എടുത്തത്. ഓക്കെ, വിഷമിക്കില്ല. 11:45 വരെ ക്ലാസ് ഉണ്ടാവും. പക്ഷെ 11:45 തൊട്ട് നമ്മുടെ സെഷൻ തീരില്ല. ഞാൻ നാളെ ഉച്ച കഴിഞ്ഞിട്ട് 2:30 തുടങ്ങിയിട്ട് ഒരു സെഷൻ കൂടെ വെക്കണമെങ്കിൽ അവിടെ നമ്മൾ മുഴുവൻ മെറ്റീരിയൽസ് ചെയ്ത് കഴിയുള്ളൂ. ഇപ്പൊ മോണ്ടിസോറി മെറ്റീരിയൽസിനെ ഓരോ ഏരിയയിലായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിൽ മാച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ഫ്രെയിംസ്, ഈ 2 കാര്യങ്ങളാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്നത്. പിന്നെ അത് കൂടാതെ നമ്മൾ പല ഡെമോൺസ്ട്രേഷൻസും പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലാണ് കുട്ടികൾ ചെയ്യുന്നത്. അതായത് സ്പൂണിങ്, ഒരു ബൗളില് വെള്ളം ഉണ്ടാകും, ഒരു സ്പൂൺ കൊടുക്കും, വേറൊരു ബൗള് എംടി ഉണ്ടാവും, ഒരു ഉള്ളിൽ നിന്നും മറ്റേലേക്ക് ഫില്ല് ചെയ്യും. അല്ലെങ്കിൽ കുറെ എന്താ പറയാ പൾസസോ പീസോ കടലയോ പരിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ബൗളിൽ കൊടുക്കും. ഇതുപോലെ തന്നെ സ്പൂണിങ് ചെയ്ത് അടുത്ത എംടി ആയിട്ട് ബൗള് ഫില്ല് ചെയ്യും. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യും. പിന്നെ പെഗ്ഗിങ് എന്ന് പറഞ്ഞില്ല, നമ്മൾ എങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് ചെയ്യുന്നത്? ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ആവാൻ വേണ്ടി. അവരുടെ 5 മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ആവുന്നതായിരുന്നു. 3 ഫിംഗേഴ്സ് ആണ് മുഴുവൻ ടൈം അവർ യൂസ് ചെയ്തതിനൊക്കെ വേണ്ടിയിട്ട്. പെഗ്ഗിങ് നമുക്ക് വളരെ ഈസി ആയിട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യിക്കാം. നമുക്ക് വീട്ടിലെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം. നിങ്ങൾ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് കൊണ്ടുപോയി ചെയ്യിക്കാം. ചെറിയ ബൗൾ ഉണ്ടല്ലോ, ചെറിയ ബൗൾ ഇത്രയൊക്കെ വരുന്നത്, അതിന് നിറയെ ക്ലോത്ത് ക്ലിപ്പ് ചെയ്യും. ക്ലിപ്പ് വാങ്ങാൻ കിട്ടുമല്ലോ. ഉടനൊക്കെ ആണെങ്കിൽ വളരെ നല്ലത്. പ്ലാസ്റ്റിക് നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റ് അങ്ങനെ കൊണ്ടുവരാറില്ല, അതുകൊണ്ടാണ് ഈ വുഡൻ പ്രിഫർ ചെയ്തത് കേട്ടോ. അപ്പം ക്ലോത്ത് ക്ലിപ്പ് വെക്കുക. ക്ലോത്ത് ക്ലിപ്പ് നമ്മൾ ബൗളിന്റെ എഡ്ജസിൽ തുണിയിൽ ക്ലിപ്പ് ചെയ്യുന്ന പോലെ ബൗളിന്റെ എഡ്ജസിൽ നമ്മളിങ്ങനെ ക്ലിപ്പ് ചെയ്ത് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഈ 3 ഫിംഗേഴ്സ് ആണ് അങ്ങനെ മൂവ് ചെയ്തത്. അപ്പോൾ അവരുടെ 5 മോട്ടോർ സ്കിൽസ് ആണ് ഡെവലപ്പ് ചെയ്തത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികൾ ജനിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും അവരുടെ ഗ്രോസ് മോട്ടോർ സ്കിൽസ്, വലിയ മസിൽസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ അവർ കുറെ കൂടെ കഴിയുമ്പോഴാണ് അവരുടെ അവരുടെ 5 മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ 5 മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്താലാണ് അവർക്ക് ഹോൾഡ് ചെയ്യാൻ, അവർക്ക് റൈറ്റ് ചെയ്യാൻ, അതെല്ലാം അവരുടെ ആ കപ്പാസിറ്റി ഒക്കെ ഡെവലപ്പ് ആവുള്ളൂ. അപ്പൊ നമ്മൾ ശരിക്കും എഴുത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ സ്പൂണിങ്, പെഗ്ഗിങ് പറഞ്ഞത് ഇപ്പൊ ഗ്ലോത്ത് ക്ലിപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, ക്ലിപ്പ് ചെയ്ത് വെച്ച് വീണ്ടും തിരിച്ചത് റിമൂവ് ചെയ്ത് ബൗളിലേക്ക് ഇടുക. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ അതൊക്കെയാണ് നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് സീരീസ് വരുന്നത്. പിന്നെ മാച്ച് ഹോൾഡ് ചെയ്യുകയും ചെയ്യും, അത് റോൾ ചെയ്യും. റോൾ ചെയ്യാം, മാച്ച് റോളിംഗ് ആണ് കേട്ടോ. മറ്റേ നാപ്കിൻസ് ഒക്കെയാണ് ഫോൾഡിങ് വരുന്നത്. മാച്ച് നമുക്ക് റോൾ ചെയ്യാറുണ്ട്. റോൾ ചെയ്യുമ്പോൾ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം, 3 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ അവിടെ ഡെമോ കാണിക്കുമ്പോൾ അങ്ങനെ 3 ഫിംഗേഴ്സ് എന്ന് വെച്ചിട്ട് റോൾ ചെയ്യാനായിട്ട് പഠിക്കും. വൺസ് ഇത് റോൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇത് അൺറോൾ ചെയ്യാം. അപ്പോഴും ഈ 3 ഫിംഗേഴ്സ്, കാരണം നമുക്ക് ഈ 3 ഫിംഗേഴ്സ് ആണ് അവിടെ ഡെവലപ്പ് ആവുന്നത്. 5 മോട്ടോർ സ്കിൽസ് ആയിട്ട് ഇതിന് മുമ്പ് അവരുടെ ഈ 5 മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ആകും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു മാച്ച്. നെക്സ്റ്റ് വൺ ഡ്രസ്സിംഗ് ഫ്രെയിംസ് ആണ്. ഡ്രസ്സിംഗ് ഫ്രെയിംസ് എനിക്ക് പറഞ്ഞാൽ ഇന്നോവേറ്റീവ് ആയിട്ട് നമുക്ക് കുറെ ഉണ്ടാക്കാം. നമ്മൾ ഓൺലൈനൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി യൂറോപ്യൻ കൺട്രീസിൽ യൂസ് ചെയ്യുന്ന ഡ്രസ് അല്ലെങ്കിൽ ബാഗ് അല്ലെങ്കിൽ അവരുടെ മറ്റേ ആക്സസറീസിനനുസരിച്ചുള്ള ഫ്രെയിംസ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മളുടെ ഒരു കൾച്ചർ അനുസരിച്ച് നമ്മുടെ ഡ്രസ്സിംഗ് കൾച്ചർ വേറെയാണ് അല്ലെ, നമ്മൾ യൂസ് ചെയ്യുന്ന ബെൽറ്റ് വേറെയായിരിക്കും. അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മളുടെ ഡ്രസ്സിംഗ് ഒക്കെ എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ഫ്രെയിംസ് നിങ്ങൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് ഉണ്ടാക്കാം. കുറേ പേര് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും തന്നെ ചെയ്തിട്ടുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ഡ്രസ്സിംഗ് ഫ്രെയിമിന് ഏതാണ് വരുന്ന മെറ്റീരിയൽ? ബട്ടൺ ഫ്രെയിം ആണ്. ബട്ടൺ ഫ്രെയിം. ബട്ടൺ ഫ്രെയിം.
അതെ, ബട്ടൺ ഫ്രെയിം ആണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം ബട്ടൺ എങ്ങനെ തുറക്കണം എന്നുള്ളത്. അപ്പൊ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു ചില കുട്ടികൾക്ക് ബട്ടൺ ഇടാൻ ഈസി ആയിട്ട് അവർക്കത് ഓപ്പൺ ആക്കാൻ പ്രശ്നമായിട്ട് തോന്നും. ചിലപ്പോൾ ഓപ്പൺ ആക്കാൻ ഓക്കെയാണ്, ചിലർക്ക് ഇടാൻ വിഷമമാണ്. അങ്ങനെയുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ഇതിപ്പോ വലിയ വുഡൻ ബട്ടൺ ആണ് അല്ലെ. നമ്മൾ ചെയ്യുമ്പോൾ ഇതിപ്പോ ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുക. നമ്മള് ലെഫ്റ്റ് ഹാൻഡ് പിടിക്കുക, ബലം കൊടുക്കുക. കാരണം ക്ലോത്ത് ആണ്, ഓൾറെഡി ഫ്രെയിമിലാണ്, സെക്യൂർ ആണെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഹാൻഡ് ഇവിടെ വെക്കുക, അത് ഒരു സപ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ ലെഫ്റ്റ് ഹാൻഡ് ആണോ റൈറ്റ് ഹാൻഡ് ആണോ എന്നുള്ളത് നമുക്ക് ഈ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഒരു കുട്ടിയുടെ മനസ്സിലാവും കേട്ടോ. കാരണം അവർ ഏത് ഹാൻഡിനാണ് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കുന്നതെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും കുട്ടി ലെഫ്റ്റ് ഹാൻഡ് ആണോ റൈറ്റ് ഹാൻഡ് ആണോ. ഓപ്പൺ ചെയ്യുക, അതുപോലെ ക്ലോസ് ചെയ്യുക. ഈ ബട്ടണിങ് ഫ്രെയിം ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് എന്താ ശരിക്കും ഒരു ബെനിഫിറ്റ് അല്ല, എന്താണ് അതുകൊണ്ട് അവർ എന്താണ് ശരിക്കും ലേൺ ചെയ്തത്? അവരുടെ യൂണിഫോംസ് ബട്ടൺ ചെയ്യാനും അത് അയക്കാനും പഠിക്കും. കാര്യങ്ങൾ ഇൻഡിപെൻഡന്റ് ആകും, സെൽഫ് കെയർ കൂടുതൽ. സ്വന്തം ഡ്രസ്സൊക്കെ ആകുമ്പോൾ ചെയ്യുന്നവർ ഒരിക്കലും വലിച്ചു പറിച്ചൊന്നും ചെയ്യില്ല. അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അറിയാം. കുട്ടികൾ കാണിക്കുന്നതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ കൗതുകം തോന്നും. കാരണം they are taking more time. അത് കൂടുതൽ സമയം എടുത്തിട്ടാണ് ഈ ബട്ടൺ ഒക്കെ കൊടുക്കുന്നത്. നോർമലി സാധാരണ നമ്മുടെ ആരുടെയും കേസല്ല, സാധാരണ പാരന്റ്സ് വളരെ നേരം വൈകിട്ട് ചെയ്ത് ഞാൻ ചെയ്തായിരുന്നു ചെയ്താൽ ശരിയാവില്ല. ഡയലോഗ് പണ്ടൊക്കെ ആൾക്കാർ പറയുമായിരുന്നു പാരന്റ്സിനെ. സോ അത് കുട്ടിയുടെ സെൽഫ് എസ്റ്റീമിനെ കോൺഫിഡൻസിനെ താഴ്ത്തുക. അവർക്ക് അവരുടെ ടൈമില് അവരുടെ ഓൺ ആക്ടിവിറ്റി അവർക്ക് ചെയ്യാൻ കേപ്പബിൾ ആണെങ്കിൽ അവർ ചെയ്യട്ടെ. അവരതിനെ പെർമിറ്റ് ചെയ്യുക. അവരുടെ ഓൺ സ്പേസിൽ, ഓൺ റേറ്റിൽ, ഓൺ ടൈമിൽ, അവരുടെ സമയത്ത് അവർ ചെയ്യട്ടെ. ബട്ടണിങ് ഫ്രെയിം ആയിരുന്നു, കോട്ടൺ ക്ലോത്ത്സ് ആണ്, എല്ലാം നാച്ചുറൽ ആണ്, വുഡൻ ഫ്രെയിം ആണ് എല്ലാം. ഇതിൽ ഓരോ മെറ്റീരിയലും നമുക്ക് ലേണിങ്ങിനുള്ളത് തന്നെയാണ്. പ്ലാസ്റ്റിക്സ് ഒന്നും അല്ല യൂസ് ചെയ്തിട്ടുണ്ട്, റിയൽ വുഡാണ്. അത് നല്ല ഫൈൻ ആയിട്ടുള്ള വുഡാണ് കേട്ടോ. കയ്യിൽ നമുക്ക് കടയിൽ കോട്ടൺ ക്ലോത്ത് ആണ്. പ്രോപ്പർ ആയിട്ട് അതിന്റെ എക്സാമ്പിൾ സ്റ്റിച്ചൊക്കെ ചെയ്യാനുള്ളതൊക്കെ നല്ല ഭംഗിയായിട്ട് ഫ്രെയിംസ് ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വെൽക്രോ ആണ്. വെൽക്രോ പൊതുവെ എന്തിനൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? പൊതുവെ ചെയ്യുന്നത് ഇങ്ങനെ അങ്ങ് വലിച്ചു പറിക്കും അല്ലെ. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? വെൽക്രോ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുക. ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴേക്കും ആ സ്റ്റിച്ചിങ് അത് വിട്ടുപോയി നാശമാവും. അപ്പൊ നമ്മുടെ കുട്ടികളെ എങ്ങനെയാ കാണിക്കുന്നോ അങ്ങനെയാണ് അവരെ ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ ഈ നമുക്ക് രണ്ട് പോർഷനാണ് ശരിക്കുള്ളത്. ഇപ്പൊ ബട്ടൺ കോളും ബട്ടണും ഉള്ളതുപോലെ തന്നെ വെൽക്രോയ്ക്ക് ഒരു എംപോസ്ഡ് ആയിട്ട് ഇച്ചിരി ഹാർഡായിട്ടിരിക്കുന്ന ഒരു ഭാഗം, മറ്റേത് ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം. ഇപ്പൊ സോഫ്റ്റ് ആയിട്ട് ഹാർഡിലേക്ക് വന്ന് അതങ്ങ് ക്ലോസ് കണക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ വെച്ചിട്ടാണ് കുട്ടി തുറക്കുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ താഴത്തെ സ്ട്രിപ്പിന്റെ പതുക്കെ വിരൽ അവരോട് കൊണ്ടുവരാൻ പറയാ. മുകളിലത്തെ പോർഷനെ പതുക്കെ ഓപ്പൺ ചെയ്തിട്ട് ആ താഴെ ഇരിക്കുന്ന സ്ട്രിപ്പിന് ഈ വിരൽ ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് ഇതിനെ പിടിക്കണം. പിടിച്ചിട്ട് പതുക്കെ ഈ രണ്ട് ഫിംഗേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. മുകളിലത്തെ ഭാഗം പതുക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ട്. അപ്പൊ നമ്മൾ ഈ വിരൽ കൊണ്ട് പ്രസ് ചെയ്തിട്ടുണ്ട് താഴെയുള്ള ഭാഗം. കാരണം അപ്പൊ അത് സ്റ്റിച്ച് പോകാതെ അത് അവിടെ തന്നെ ഇരിക്കും. സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്ത് സൗണ്ട്സ് ഒക്കെ അവരെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഇതെടുക്കുമ്പോൾ ഒരു തിരിച്ച് ശബ്ദം കേൾക്കുമല്ലോ. അവരോട് കറക്റ്റ് അതിന്റെ ആ ഷേപ്പിൽ തന്നെ തിരിച്ചവരെ അത് ക്ലോസ് ചെയ്ത് അവർ അതുപോലെ തന്നെ ഫോളോ ചെയ്യും. കാരണം അവർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇതൊക്കെ നോക്കി കാണുന്നത്. ഡെമോ കാണുമ്പോഴേക്കും നമ്മൾ ഡെമോ വളരെ സിമ്പിൾ ആയിട്ട് അവരെ അത് കാണിച്ചു കൊടുക്കുക. നമ്മൾ പറഞ്ഞിരുന്നു ഗുഡ് ഈവന്റ് എന്നുള്ളത് മോണ്ടിസോറി എൻവയോൺമെന്റിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എല്ലാ ഫ്രീഡവും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എവിടെയെങ്കിലും ബാഡ് ആയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് കണ്ടാൽ ആ ഇൻസ്റ്റന്റിൽ തന്നെ നമ്മൾ ഇടപെടണം. അത് അവിടുന്ന് വൈപ്പ് ഔട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ വലിച്ചു പറിക്കുക, ഒരു ഡിസ്റ്റർബിംഗ് നേച്ചർ
അങ്ങനെയൊക്കെ ഡിസ്ട്രക്റ്റീവ് ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത്, ബിഹേവിയർ എന്നൊക്കെ പറയുന്നത് ഈവിൾ സൈഡ് ആണല്ലേ. അതെല്ലാം കുട്ടികളിൽ നിന്ന് മാറും. അവർക്ക് അറിയാം എങ്ങനെ ഈ ഓരോ മെറ്റീരിയലിനെ കെയർ ചെയ്യണം, എങ്ങനെ അത് എടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം. ഇത് ഫുള്ള് ഓപ്പൺ ആകുന്നവരെ നമ്മുടെ വിരലില് അതിലിങ്ങനെ പ്രസ് ആയിട്ടിരിക്കേണ്ടത്. ഇത് നാശമായ സ്റ്റിച്ചിങ്. ഇതാണ്. ഇതിന് ഫ്രെയിം ഇല്ല, ഫ്രെയിം വെക്കാൻ അതിനുള്ള സ്പേസ് ഉണ്ട്. എപ്പോഴും മാറ്റിന്റെ മുകളിൽ വെച്ച് തന്നെ ചെയ്യില്ല, അതാകുമ്പോൾ ഇത് നാശാവില്ല. ഇങ്ങനത്തെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ റോൾ ചെയ്തുള്ള അതൊക്കെ ആണെങ്കിൽ നമുക്ക് മാറ്റ് ഉണ്ടെങ്കിൽ അത് ഉരുണ്ടു പോകും. ഫ്ലോറിലാണെങ്കിലും സാധാരണ ടേബിളിലാണ്. ഓക്കെ, സെക്കൻഡ് ഫ്രെയിം നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വൺ ഇതോ, ഇത് നിങ്ങളുടെ ബെൽറ്റ് ഫ്രെയിം. ബക്കിൾ ഫ്രെയിം അല്ലേ? ബക്കിൾ ഫ്രെയിം മറ്റേ ചില ബാഗുകളിൽ കാണാം. ബാഗുകളിലൊക്കെ വരുന്നത്. പിന്നെ ബാഗുകളിലൊക്കെ നമ്മൾ ഈ സ്വിമ്മിംഗ് ഒക്കെ പഠിക്കുമ്പോ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇടുമ്പോ അതിന്മേൽ ഉണ്ടാവാറുണ്ട്. അത് മാത്രമല്ല, കൊച്ചു കുട്ടികൾക്ക് ആദ്യം മറ്റേ ഇങ്ങനെ ഫോൾസ് വന്നിട്ട് നമ്മൾ ചെയ്യുന്ന തെറ്റല്ല. ഊഞ്ഞാലിൽ ഉണ്ടാവാറുണ്ട്. ഊഞ്ഞാലിൽ ചെറിയ കുട്ടികളുടെ ഊഞ്ഞാലിൽ, അതുപോലെ അവരുടെ വാക്കറില്, സൈക്കിള്, അതുപോലുള്ള വണ്ടികളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അവരുടെ പണ്ടത്തെ ഒരു ബാഗ് ഉണ്ടായിരുന്നു മനസ്സിലായി. അപ്പൊ അത് നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യാൻ, രണ്ട് കൈയും നമുക്ക് വേണം. കാരണം ഈ രണ്ട് വിരൽ യൂസ് ചെയ്ത് ഇവിടെ പ്രസ് ചെയ്തിട്ട് ഈ രണ്ട് വിരൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വലിക്കുകയാണ് ചെയ്യണം അല്ലേ. അതുപോലെ തന്നെ തിരിച്ച് എന്തായാലും ഒരു കൈ യൂസ് ചെയ്താൽ അത്രയും നമുക്ക് അഡൽട്സ് ഒക്കെ ചെയ്യുമായിരിക്കും ഒരു കൈ യൂസ് ചെയ്തിട്ട്. നമ്മൾ ഇനീഷ്യലി കുട്ടികൾക്ക് ഡെമോ കാണിക്കുമ്പോൾ അത് കാരണം നമുക്ക് ഇവരുടെ രണ്ട് കൈകളും മൂവ് ചെയ്യണം, അതാണ് വേണ്ടത്. കാര്യം എഴുതാൻ അവർ ഏതെങ്കിലും ഒരു ഹാൻഡാണ് യൂസ് ചെയ്യുന്നതെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ ഹോൾഡ് ചെയ്യാനും ലിഫ്റ്റ് ചെയ്യാനും അവർക്ക് രണ്ട് കൈകൾ. അപ്പോൾ രണ്ട് കൈയും ആക്റ്റീവ് ആവുന്ന ആക്ടിവിറ്റീസ് ആണെങ്കിൽ രണ്ട് കൈ തന്നെ യൂസ് ചെയ്യണം. ഇത് വെച്ചിട്ട് ഇവിടെ പ്രസ് ചെയ്യുക, അറ്റ് ദ സെയിം ടൈം ഇത് കൊണ്ട് വലിക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ ബക്കിൾ ടൈപ്പ് ഫ്രെയിം, അത് ബക്കിൾ ഫ്രെയിം യൂസ് ചെയ്യുന്നത്. പിന്നെ ചില കുട്ടികൾ ബെൽറ്റ് ഫ്രെയിം ഒക്കെ ചെയ്തത് കണ്ടിരുന്നു കേട്ടോ. ബെൽറ്റ് കിട്ടാൻ പഴയ ബെൽറ്റ്, കുട്ടികളുടെ ചെറിയ ബെൽറ്റ് യൂസ് ചെയ്തിട്ട് അത് കിട്ടാത്തവരെ വാച്ചിന്റെ സ്ട്രാപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് ബെൽറ്റ് ഫ്രെയിം ചെയ്തിരുന്നു. വളരെ രസമായിട്ട് നോക്കുക. സിബ് എപ്പോഴും നമുക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും പെട്ടെന്ന് നാശമാണെന്ന് പറയുന്നതാണ് സിബ്. മിക്കവാറും ആളുകൾ സിബ് പോയി കഴിഞ്ഞാൽ അത് എങ്ങനെയാ ശരിയാക്കേണ്ടതെന്ന് പഠിച്ചു. സിബ് നമ്മൾ വെൽക്രോ ചെയ്തപ്പോഴും ചെയ്യുന്ന അതേപോലെ തന്നെ സിബിങ് ചെയ്തു. ഒരു വിരലുകൊണ്ട് ഈ ഒരു സൈഡില് ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ പ്രസ് ചെയ്ത് വെച്ചിട്ട് പതുക്കെ വേണം സിബ് ഓപ്പൺ ആക്കി വരെ കാണിച്ചു കൊടുക്കാം. അതുപോലെ സിബ് ഇടുമ്പോഴും രണ്ട് കൈയും ഒരുമിച്ച് അവരോട് ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും ഇത് ഉടക്കാനും ചാൻസ് ഉണ്ട്. ക്ലോത്ത് ഒക്കെ മൂലൊക്കെ അങ്ങോട്ട് നീങ്ങിയിട്ടുവാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ നോക്കി പതുക്കെ സിബ് കിട്ടിയാലായിട്ട് അവരെ നോക്കാം. പിന്നെ അത് മാത്രമല്ല, കുട്ടികൾ പാൻറ് ഇടുമ്പോൾ പലപ്പോഴും അപകടം സംഭവിക്കാറുണ്ട്. പെട്ടെന്നൊക്കെ ഇടും. ഇത് പതുക്കെ അത് യൂസ് ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. ഇതോ ഷൂവൊക്കെ കെട്ടാനും പറ്റിയൊക്കെ യൂസ്. ഇപ്പൊ പക്ഷെ കൊച്ചു കുട്ടികൾക്ക് മിക്കവാറും ലേസ് ഉള്ള ഷൂവിനേക്കാൾ ആൾക്കാർ പ്രിഫർ ചെയ്താൽ മറ്റേ വെൽക്രോ ടൈപ്പ് ആണ് അല്ലെ, സ്ലിപ്പുണ്ട്. എന്നാലും ഇത് അവർ അറിഞ്ഞിരിക്കണം. കാരണം അത് രണ്ടിടത്തൊക്കെ ആവുമ്പോൾ ഒഫീഷ്യൽ പർപ്പസിനൊക്കെ പലപ്പോഴും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴും നമുക്ക് ആ ടൈമിൽ കൊച്ചു കുട്ടികളിലാണ് കൂടുതലും വലുപ്പമുള്ള ഷൂ എടുക്കുന്നത്. വലിയ ആൾക്കാരുടെ ലേസ് തന്നെയുണ്ട്. ലേസ് അവരെ നല്ലതുപോലെ അത് കെട്ടാനും ആ ബട്ടർഫ്ലൈ ടൈപ്പിൽ കെട്ടൊക്കെ കിട്ടില്ല. അതൊക്കെ അവര് അറിഞ്ഞിരിക്കണം. പിന്നെ ഈ ലേസ് അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ തിരിച്ച് അത് കറക്റ്റ് അളവില് പിൻ ചെയ്ത് അതിനെ പറ്റി അറിയാം. അപ്പോഴെല്ലാം അവിടെ ലെഫ്റ്റും റൈറ്റും ഹാൻഡാണ് അവിടെ ആക്റ്റീവ് ആയിരിക്കുന്നത്. ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് അവർക്ക് അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന മാത്രമല്ല, സെൽഫ് കെയർ, പേഴ്സണൽ കെയർ അതെല്ലാം അവർ പഠിക്കുക. തന്നെത്താനെ ഡ്രസ് ചെയ്യാൻ, അൺഡ്രസ് ചെയ്യാൻ, സ്വന്തം സാധനങ്ങൾ സൂക്ഷിക്കാൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ബാഗ് ആണെങ്കിലും ബെൽറ്റ് ആണെങ്കിലും
അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് തന്നെ ചെയ്യാനും അവർ പഠിക്കുവാണ്. ആ ഒരു പ്രാക്ടീസ് ആണ്. ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് വരുന്നത്. അതെ, നമ്മുടെ ഫസ്റ്റ് ഏരിയ കഴിക്കുന്നത് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. അവിടെ നമുക്കറിയാം കെയർ ഓഫ് പേഴ്സൺ, കെയർ ഓഫ് സറൗണ്ടിങ്സ്, കെയർ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, മറ്റുള്ളവരെ ആ ഒരു റെസ്പെക്ട് പേഴ്സി എല്ലാം അവർക്ക് ഡെവലപ്പ് ആകുന്നത് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ. പിന്നെ നമ്മൾ പറഞ്ഞ ടെക്കിങ്, സ്പൂണിങ്, ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നത്, വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നത്, മോപ്പിങ്, കുറച്ച് വെള്ളം സ്പിൽ ഔട്ട് ആയി കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ തുടച്ച് വൃത്തിയാക്കാൻ, പിന്നെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് അടുക്കി വെക്കാൻ, പിന്നെ ക്ലോത്ത് ഫോൾഡിങ്, നാപ്കിൻസ് നിറയുണ്ടാവും അതൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കുക. ഇതൊക്കെയാണ് പ്രാക്ടിക്കൽ ലൈഫ് ചെയ്യുന്നത്. നമ്മൾ നമ്മളുടെ വീട്ടിൽ ചെയ്യുന്ന ചെറിയ ചെറിയ ജോലികൾ നമുക്ക് കുഞ്ഞുങ്ങളെ എത്തിക്കാൻ പറ്റുക, അതൊക്കെ തന്നെയല്ലേ തന്നെ. ഈ അടുത്ത ഏരിയ സെൻസോറിയൽ ഏരിയയിലേക്കാണ് കേട്ടോ പോകുന്നത്. നിങ്ങൾക്ക് തന്ന ഹിസ്റ്ററി നിങ്ങൾക്ക് കാണാം. സെൻസോറിയൽ ഏരിയയിൽ നമുക്ക് ഫസ്റ്റ് വൺ നമ്മൾ പിങ്ക് ടവർ പറഞ്ഞിട്ടുണ്ട്. ബ്രൗൺ സ്റ്റെയർസ്, നോബ്ഡ് സിലിണ്ടേഴ്സ്, നോബ്ലെസ്, സൗണ്ട് സിലിണ്ടേഴ്സ്, ടച്ച് ടാബ്ലറ്റ്സ്, കളർ ടാബ്ലറ്റ്സ്, പ്രൈമറി കളർ ടാബ്ലറ്റ്സ്, സെക്കൻഡറി ആണ് നമുക്കുള്ളത്. ടേർഷറി നമുക്കുണ്ട്, പക്ഷെ ടേർഷറി അവൈലബിൾ അല്ല. മാം കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങി നിൽക്കോ? മൊബൈലിൽ നിന്നാണോ കാണുന്നത്? ആ അതെ. ഇത്രയും കാര്യങ്ങൾ ലിസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് പിങ്ക് ടവർ. അപ്പൊ പിങ്ക് ടവർ നമ്മൾ ഓൺലൈൻ ഫസ്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിങ്ക് ടവർ 1 year ബാക്ക് ആ ഒരു ടൈമില് എന്താ ഡെക്കറേഷൻ വന്നത് എല്ലാം. പിങ്ക് ടവറിന്റെ പ്രത്യേകത എന്താ? പിങ്ക് കളർ ആയിരിക്കും. പിന്നെ 1 centimeter ഡിഫറൻസ് ഉണ്ട്. എത്ര സെഗ്മെന്റ്സ് ഉണ്ട് പിങ്ക് ടവറില്? 10 segments ഉണ്ട്. ഓരോന്നിനും 1 centimeter to 10 centimeters വരെ പോകും. ഓക്കെ, ഓരോ പാർട്സിനും എന്താണ് ഷേപ്പ്? നമ്മൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്തപ്പോൾ നമുക്ക് ആദ്യം പിങ്ക് ടവറിന്റെ കാര്യം മാത്രമാണ് പ്രോബ്ലം പറ്റിയത്. വന്നതൊന്നും 10 പീസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിന് 1 or 2 പീസ് മാത്രമേ ക്യൂബ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കാൻ ആ ഒരു ശരിക്കും അത് വല്ലാത്ത കുറവില്ലായിരുന്നു. അപ്പൊ ഫീച്ചേഴ്സ് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതിന് പകരം നമ്മളൊരു കാർപ്പൻറ്ററെ കൊണ്ട് സെയിം സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ പെയിന്റ് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് വീക്കാണ് അത് കിട്ടിയത്. കാണാൻ പറ്റുന്നുണ്ടോ? വുഡൻ പീസാണെങ്കിൽ നിങ്ങൾക്ക് കാണാനും പിങ്ക് കളറിലേക്ക് നിങ്ങൾ വരുമ്പോഴേക്കും പിങ്ക് കളർ ആകും എന്നാണ്. ഇതിനെ കുറച്ചുകൂടെ ഫൈൻ ആക്കാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മളുടെ ഇവിടുത്തെ അവൈലബിൾ വുഡ് വെച്ചിട്ടാണല്ലോ. അപ്പോ ശരിക്കും അത് അതിന്റെ ഒരു ഡിഫറൻസ് ആ ഒരു ഫൈൻ ആക്കണമെങ്കിൽ നമ്മൾ ഒന്നുകൂടെ സാൻഡ് പേപ്പർ ഒക്കെ ഇട്ട് പിടിക്കാം. ഏറ്റവും വലിയ ക്യൂബ് ആസാൻ അടുത്ത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ സൈസ് വെച്ചിട്ട് ഏറ്റവും വലുത്, അതായത് 10 centimeter വരുന്ന ക്യൂബാണ്. അതാണ് ഏറ്റവും വലുത്. ഇത് നമ്മളൊരു അഡൽട്ട് എന്ന രീതിയിൽ നമുക്ക് ഇതെടുക്കുമ്പോൾ ഈ വെയിറ്റ് നമുക്ക് ഓക്കെയാ, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ്. പക്ഷെ കുട്ടി എടുക്കുമ്പോൾ അവനവന്റെ 2 കൈയും യൂസ് ചെയ്തിട്ടായിരിക്കും ഇത് വെയിറ്റ് ഔട്ട് ചെയ്യുക. കാരണം നമുക്ക് കുറച്ച് കൈ പിടിക്കുന്നതിന്റെ വിഷമമുണ്ടാവില്ല, പക്ഷെ അവനെ സംബന്ധിച്ച് ഇതിന്റെ വെയിറ്റ്, അപ്പൊ ആ വെയിറ്റ് ഡിഫറൻസ് മനസ്സിലാക്കും. 2 ക്യൂബ്സ് എടുക്കുവാണെങ്കിൽ വെയിറ്റ് എടുക്കുന്നു, അടുത്തടുത്ത് നോക്കുമ്പോൾ വെയിറ്റ് കുറച്ചുകൂടെ കുറവ്. അപ്പൊ വെയിറ്റ് എന്നുള്ള കൺസെപ്റ്റ് കുട്ടിക്ക്. പിന്നെ ഇത് സ്റ്റാക്ക് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ അവർ ചെയ്യുന്നത്. സ്റ്റാക്ക് ചെയ്യും. ഈ കളറാണെങ്കിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് കാണാനും രസമുണ്ടായിരുന്നേ. കാണാമോ? സ്ക്രീൻ ഫുൾ ആക്കിയാൽ മതി, അപ്പൊ കിട്ടും ഫുള്ളായിട്ട്. ഞാൻ 3 ക്യൂബ്സ് ആണ് വെച്ചത്. കാണുന്നത് അറിയാൻ പറ്റും. 10, 9, 8.
9 ആയിട്ടുള്ളൂ, 9 ക്യൂബ്സ് ആയിട്ടുള്ളൂ. ഏറ്റവും ചെറുത് ഈ പേപ്പറിൽ ചെയ്തതാണ് 1 സെന്റിമീറ്ററിന്റെ ക്യൂബ്. ഒരു പ്രാവശ്യം മിസ്സായി വീണ്ടും ഉണ്ടാക്കി. ഇത്രയും നമുക്ക് വരും. ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ കണ്ടപ്പോൾ ഇത്രയും ആക്ട് ചെയ്തപ്പോൾ ഒരു കാക്കി പിൻ കളറും കൂടി ആയ കുറച്ചുകൂടെ നമുക്ക് അതിന്റെ ഒരു ക്ലാരിറ്റി വന്നേനെ. അപ്പോൾ കുട്ടികൾക്ക് തന്നെ ഇതായിരിക്കില്ലേ എവിടെയെങ്കിലും വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതെന്നുള്ള രീതിയിൽ നമുക്കറിയാം ഏതെവിടെ ഇങ്ങനെ വെച്ച് പോയി വിചാരിച്ചു. ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും. നമ്മൾ എന്തെങ്കിലും ഡെമോ ഓൾറെഡി അവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. അവർക്ക് ആ രൂപം അവരുടെ ബ്രെയിനിലുണ്ടാവും. ആ റിഫ്ലക്ഷനിൽ നിന്നാണ് അവർ ചെയ്തു തുടങ്ങുന്നത്. അവർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നത് അവർ വീണ്ടും എടുത്തിട്ട് വീണ്ടും ചെയ്യും. അപ്പൊ കൺട്രോൾ ഓഫ് എറർ, അതായത് ഓട്ടോ കറക്ഷനാണ് അവിടെ നടക്കുന്നത്. നമ്മൾ ആരും കറക്റ്റ് ചെയ്യില്ല. പലപ്പോഴും കൊച്ചു കുട്ടികളെ കൊണ്ട് അമ്മമാർ ഇവിടെ വരും, ഈ ക്ലാസ്സിൽ വരുമ്പോഴേ ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യും, നമ്മൾ ഒബ്സർവ് ചെയ്യും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകും അവരുടെ എന്താ പറയാ വ്യൂ പോയിന്റ്. അവർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം ഇത് ചെയ്യുമ്പോൾ ഇടയ്ക്ക് മാറിപ്പോ അവർ വീണ്ടും തിരിച്ചെടുത്ത് വെച്ചിട്ട് അവർ തന്നെ ചെയ്യും. നമ്മൾ ഒരു ഇൻഡിക്കേഷനും കൊടുക്കേണ്ട ആവശ്യം. അത് നിങ്ങൾക്ക് അവരെ കൊണ്ട് ചെയ്ത് ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാകും. സ്ക്രീൻ നമുക്ക് കുറച്ച് നീക്കട്ടെ. എന്നോട് നീക്കണം പറഞ്ഞത് നീക്കാൻ പറ്റും. നമുക്ക് അങ്ങോട്ടും കൂടെ നീക്കാൻ നമുക്ക് സാധിക്കും പറയാം. മിസ്സിനോട് ലെഫ്റ്റ് സൈഡ് റൈറ്റ് പറയണ്ടെന്ന് പറഞ്ഞത്. അത് ഫുൾ സ്ക്രീൻ ആകുമ്പോ ടച്ച് ചെയ്യുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തന്നെ നീക്കാൻ സാധിക്കുന്നുണ്ട്. അത് പറഞ്ഞത് മനസ്സിലായി. ഓക്കെ, താങ്ക് യു. കാരണം എനിക്ക് നോക്കുമ്പോ ഇങ്ങനെ എനിക്ക് കാണാൻ എന്റെ വ്യൂ അത് നോക്കുമ്പോ നടുക്കായിട്ട് അങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ തന്നെ നിന്ന് പോയിട്ട് പറഞ്ഞാൽ മതി, അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. സ്ക്രീൻ ഫുൾ ആയിട്ട് കാണുന്നുണ്ട്. ഏതാ നമുക്ക് സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലിയർ ആണ് മാം. ഓക്കെ ഫൈൻ. ശരി, ഇതിൽ നിന്ന് എന്തൊക്കെയാണ് കുട്ടി പഠിക്കുന്നത്? അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ, കളർ, ഒരു ടവർ എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഐഡിയ ഓഫ് ടവർ ഉണ്ടാവും. ബാലൻസിങ് പഠിക്കും, ബാലൻസ് ചെയ്യാൻ പഠിക്കും. ബാലൻസിങ് കിട്ടും. ബാലൻസ്, ഹൗ ടു ബാലൻസ്. പിന്നെ കോർഡിനേഷൻ ഉണ്ടാവും, ഹാൻഡിന്റെയും ബ്രെയിനിന്റെയും കോർഡിനേഷൻ ഉണ്ടാവും. അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ പഠിക്കും കുട്ടികള്. വെയിറ്റ് ഐഡന്റിഫിക്കേഷൻ ഉണ്ടാകും. വെയിറ്റിനെ കുറിച്ച് കിട്ടും, ഷേപ്പിനെ കുറിച്ച് കിട്ടും. പിന്നെ പിങ്ക് കളറാണ്. പിങ്ക് എന്നുള്ള വളരെ അട്രാക്റ്റീവ്, ചെറുപ്പത്തിൽ കുട്ടികൾ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ചില കളേഴ്സിലൊന്നാണ് പിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കളറിനോട് അട്രാക്ഷൻ വരും. പിന്നെ ഈ ഷേപ്പ് അവർ കണക്ട് ചെയ്യുമ്പോൾ അവർ കണ്ടിട്ടുള്ള ചുറ്റുപാടും സറൗണ്ടിങ്സിൽ അവർ കണ്ടിട്ടുള്ള പലതുമായിട്ട് അവർ കണക്ട് ചെയ്യും. പിന്നീട് വേറെ എന്തെങ്കിലും ടോയ്സ് ഒക്കെ വെച്ച് കളിക്കുമ്പോൾ ഈ ഒരു ഇമേജ് അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അവർ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് പേപ്പർ നമ്മൾ കുറെ ഇങ്ങനെ ജങ്ക് ആർട്ട് എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് കുറെ പേപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് അവർ ചിലപ്പോൾ ഈ ഷേപ്പ് ഉണ്ടാക്കുന്നത് ഭയങ്കര ക്യൂരിയസ് ആയിട്ട്. എന്തിന് 10th കുട്ടികൾക്ക് ചുമ്മാ കുറെ ന്യൂസ് പേപ്പർ കൊടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞു ടവർ ഉണ്ടാക്കാൻ പറ്റും ഭയങ്കരമായിട്ട്. പക്ഷേ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. നിലത്ത് ആ പേപ്പർ മാത്രം ഉപയോഗിച്ച് ഒരു ടവർ ഉണ്ടാക്കാം. ആ ടവർ വീടെടുത്ത് അങ്ങനെ ഇരിക്കണം എന്ന് തോന്നുന്നു. ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വെച്ചിട്ടാണ് അവർ ടവർ ഉണ്ടാക്കുന്നത്. ഇത് കിട്ടുമ്പോൾ അവർ വേറെ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അവർ ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പിങ്ക് ടവറിന് മാറാം. അടുത്തത് ബ്രൗൺ സ്റ്റെയർസ്. ബ്രൗൺ സ്റ്റെയർസ് പറയാൻ കാരണം വെച്ചാൽ ബ്രൗൺ സ്റ്റെയർസ് നമുക്ക് മെയിൻലി 10 പീസസ് ആണുള്ളത്. ബട്ട് പ്ലസ് 1 പീസ് എക്സ്ട്രാ ഉണ്ട്. ഏറ്റവും ചെറിയ ക്യൂബോയിഡ് ഒരെണ്ണം കൂടി ഉണ്ട്. ബ്രൗൺ സ്റ്റെയറിന്റെ പിങ്ക് ടവർ സൈഡിൽ ഇരുന്നോട്ടെ, അവിടെ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. രണ്ടിന്റെ ഒരു ഫേസ് ഈക്വൽ ആണ് പിങ്ക് ടവറിന്റെ ബ്രൗൺ സ്റ്റെയറിന്റെ. അപ്പൊ നമുക്ക് മനസ്സിലായി പിങ്ക് ടവർ 10 സെന്റിമീറ്റർ തുടങ്ങി 1 സെന്റിമീറ്റർ വരെയാണ് മനസ്സിലായി. ബ്രൗൺ സ്റ്റെയറിന്റെ 10 പീസസിന്റെ ഒരു ഫേസ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ വരുന്ന, അത് വലുത് 10 സെന്റിമീറ്റർ വരുന്ന സ്ക്വയർ ആയിരിക്കും. പിന്നെ 9, 8 അങ്ങനെ കാണിച്ചു. നീക്കി വെക്കാട്ടോ, കാരണം ഞാൻ ബോക്സിംഗ് എടുത്ത് അടുത്തൊന്ന് വെച്ചു ചെയ്തു. ഞാനിവിടെ വെക്കുന്നത് കാണാലോ. കാണാം മാം.
ഇരിക്കുന്നത് എല്ലാം തന്നെ ഒന്ന് കാണുന്നുണ്ടല്ലേ? ഞാൻ നിർത്തി വെച്ചത് കാണാൻ. കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിന് നമുക്ക് ശരിക്കും 10 പീസസ് ആയിരിക്കും ലാസ്റ്റ് വൺ ആയിരിക്കും എടുത്തുള്ളത്. 10 പീസസ് ആണ്. നിങ്ങൾക്ക് നല്ല സൗണ്ട് ഉണ്ടോ? എനിക്ക് സൗണ്ട് കുറവാലോ. ആണോ? ചെറുതായിട്ടൊക്കെ നല്ലതാക്കാമോ മാം? എന്തോ കേട്ടില്ലായിരുന്നു. സൗണ്ട് ചെറുതായിട്ടാണോ കേൾക്കുന്നത്? ആ സൗണ്ട് ഇത്തിരി കുറവ്. അതെയോ? കുറവുണ്ട് തോന്നുന്നത്. അതിന് ടെക്നിക്കൽ സപ്പോർട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. സൗണ്ട് ഇനി ഗ്രൗണ്ട് സ്റ്റിയേഴ്സിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പറയാമോ? Cuboid in shape, 10 in number, eye same but different width. Brown color, attractive color. Brown in color. രണ്ട് മൂന്ന് പേര് കേട്ടില്ല. എന്തായാലും പറയാം. അട്രാക്റ്റീവ് കളർ. സൗണ്ടിന്റെ നോക്കട്ടെ കേട്ടോ. കുട്ടികൾക്ക് ഇത് സ്റ്റേഴ്സ് പോലെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു മിനിറ്റ്, സൗണ്ട് ഒന്ന് ചെയ്യട്ടെ. കേൾക്കാമോ? നേരത്തെക്കാളും ക്ലിയർ ആണോ? ക്ലിയർ മാം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട്. ഗ്രൗണ്ട് സ്റ്റെയർസിനെ കുറിച്ചാണ് പറഞ്ഞത്. ബ്രൗൺ കളർ ചോക്ലേറ്റ് പോലെ വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. കുറച്ചുകൂടെ ലൈറ്റ് ബ്രൗൺ ആയിരുന്നു. നമ്മൾ ഒന്നുകൂടെ അതിനെ സെക്യൂർ ആക്കാൻ വേണ്ടി പെയിന്റ് ചെയ്യാൻ പറഞ്ഞപ്പോ നല്ല പോലെ പെയിന്റ് ചെയ്ത് വെച്ചതാണ് ഫ്രണ്ട്. പക്ഷെ അതിന്റെ ഈ കളർ കൂട്ടി. കാരണം എനിക്ക് ബ്രൗൺ കളർ ഉദ്ദേശിച്ചല്ല, പക്ഷെ ബ്രൗൺ സ്റ്റെയർസ് കണ്ടിട്ട് പണ്ടൊക്കെ ബ്രൗൺ ഭയങ്കര ഇഷ്ടം. അതിന്റെ കണ്ണ് വല്ലാണ്ട് അതുമായിട്ടൊന്ന് കണക്റ്റഡ് ആയിട്ടില്ല. അതാ പറയുക, ക്യാച്ചിങ് ആയിട്ടില്ല ബ്രൗൺ കളർ. നമുക്ക് 10 ക്യൂബോയിഡ്സ് ആണ്. ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോളിഡ് ആണ്. 3 ഡയമെൻഷൻസ് ഉണ്ട്. ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. അങ്ങനെ വരുന്നതാണ് ക്യൂബോയിഡ് എന്ന് പറയുന്നത്. നിങ്ങൾ പറഞ്ഞു സ്റ്റെയർ എന്നുള്ള കൺസെപ്റ്റ് കുട്ടികൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതിനെ അറേഞ്ച് ചെയ്യുന്നത് വെച്ചിട്ടാണ് സ്റ്റെയർ എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞു. നമുക്ക് നോക്കുമ്പോൾ 10 ഗ്രൗണ്ട് സ്റ്റെയർസ് ഉണ്ട്. അപ്പൊ ഈ 10 ഗ്രൗണ്ട് സ്റ്റെയർസ് 10 ക്യൂബോയിഡ്സ്. അതൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ നോട്ട് ചെയ്യാൻ പറ്റുമോ കേട്ടോ? സ്റ്റെയർ എങ്ങനെയാണെന്നുള്ള രീതിയിലാണ് കാണാനുള്ള എളുപ്പത്തിലാണ് കഴിക്കാം. അടുത്ത ഒരു ഗ്യാപ്പ് വരട്ടെ. നമ്മുടെ ഏറ്റവും ചെറിയ ക്യൂബോയിഡ് നമുക്ക് കൺട്രോളും അത് 2 എണ്ണം നിങ്ങൾക്ക് കാണാം. ഒരേപോലത്തെ 2 എണ്ണം കണ്ടു. ഇത് എന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു 10 പീസസേ ഉണ്ടായിരുന്നു. പിന്നീട് അപ്ഗ്രേഡഡ് ആയപ്പോഴാണ് ഒരെണ്ണം കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കുട്ടികൾക്ക് കൺട്രോളും പെട്ടെന്ന് മനസ്സിലാകും. സെക്കൻഡ് വൺ വെച്ചിട്ട് നമ്മൾ ഇവിടെ റിപ്ലേസ് ചെയ്ത് വെക്കും. അപ്പൊ സെക്കൻഡ് വണ്ണിന്റെ ആ കുറവെന്ന് പറയുന്നത് ഏറ്റവും ചെറിയ വൺ വെക്കുമ്പോൾ
ലെവലാകുന്നു. സോ നമുക്ക് മനസ്സിലായി രണ്ടാമത് വെക്കേണ്ടത് ഇത് തന്നെ. അടുത്തത് എഗെയിൻ വെച്ചു. ഇതൊരു കുട്ടി വെച്ചപ്പോ നെക്സ്റ്റ് എടുത്തത് ഇതല്ലാതെ ഇതാണ് കൺട്രോൾ എന്ന് മനസ്സിലാകാനായിട്ട് വെച്ച് നോക്കിയപ്പോ ലെവലായില്ല. അപ്പൊ കുട്ടിക്ക് മനസ്സിലായി ഇതല്ല വെച്ച് മാറ്റി വെച്ചു. അടുത്തതെടുത്ത് നോക്കി വീണ്ടും വെക്കുമ്പോ ഈ സൈഡ് ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും. ശരിയാണ്. അടുത്ത ടേബിൾ തന്നെയോ നിങ്ങളുടെ ക്യാമറയുടെ വ്യൂ അനുസരിച്ച് വെച്ചു. മൂന്ന് പീസ്, മൂന്നല്ല 4 പീസും കൂടെ ഉണ്ട്. ഒരുപാട് ഓക്കെ ആണോ? മാക്സിനെ കയറി ഇട്ടിട്ടുണ്ടാവും. സൈഡ് ലെവൽ ചെയ്ത് ഓരോന്ന് വെക്കുമ്പോ കറക്റ്റ് നോക്കണം. ഞാൻ പിന്നെ ആ ഒരു സേവ് ചെയ്യാൻ ലാസ്റ്റ് വന്നിട്ട് ഇത് നമ്മൾ വെക്കില്ല. കാരണം നമുക്ക് കൺട്രോൾ ഇറങ്ങി വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു എക്സ്ട്രാ ടൂൾ എന്ന് പറയുന്നത്. നമുക്ക് ബ്രൗൺസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് ഇതിന്റെ അറേഞ്ച്മെന്റ്. ബ്രൗൺ കളർ, പിന്നെ ഇതിന്റെ സൈസ്, ഷെയ്ഡ്, വെയിറ്റ്. എല്ലാത്തിനും ഒരേ വെയിറ്റ് അല്ലാതെ ലൈറ്റ് ആയിക്കൊണ്ടിരിക്കുക വെയിറ്റ്. ആ ഒരു വെയിറ്റ് 2 കൈ കൊണ്ടേ അവിടെ ലിഫ്റ്റ് ചെയ്യുള്ളൂ. നോക്കും അതാണ് കൂടുതൽ ഈസി അല്ലെ? ആ ഒരു ഇത് കിട്ടും. പിന്നെ അതുപോലെ തന്നെ അസെൻഡിങ് ഡിസെൻഡിങ് സ്റ്റെയർ കേസിലുള്ള ആ ഒരു കൺസെപ്റ്റ് അവർക്ക് വരും. സ്റ്റെപ്പ് ആ ഒരു കൺസെപ്റ്റ് വരും. നമ്മൾ പറഞ്ഞു നേരത്തെ പിങ്ക് ടവറും ബ്രൗൺ സ്റ്റെയറും ചില ഫീച്ചേഴ്സിന് ഒരുപോലെയാണ്. ഒരു ഫേസ് ഒരേപോലെയാണ്. പിങ്ക് ടവർ 10 സെന്റിമീറ്ററിന്റെ പിങ്ക് ടവറിന്റെ ക്യൂബാണ് ഞാൻ അത് ഈ ബ്രൗൺ സ്റ്റെയറിന്റെ മുകളിൽ വെച്ചപ്പോ അത് കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. കുട്ടികള് പിങ്ക് ടവർ ആൻഡ് ബ്രൗൺ സ്റ്റെയർസ് കോമ്പിനേഷൻ ചെയ്യും. അവിടെ നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് ഡെമോ കാണിക്കുന്നത്. പിങ്ക് ടവർ അവരെ കാണിച്ചു കൊടുക്കും. പിങ്ക് ടവർ അവര് പലതവണ റിപ്പീറ്റ് ചെയ്ത് അതായത് നല്ലപോലെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മൾ ബ്രൗൺ സ്റ്റെയർസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം മോണ്ടിസോറി എൻവയോൺമെന്റിൽ ആക്സിഡന്റലി സംഭവിച്ച കാര്യങ്ങളാണ് മറിയ മോണ്ടിസോറി പിന്നീട് ആക്ടിവിറ്റി ആയിട്ട് നടത്തുക. ബ്രൗൺ സ്റ്റെയറും അവർ നല്ലതുപോലെ ഡെമോ കൊടുത്തതിനനുസരിച്ച് ചെയ്തു. നമുക്കറിയാം കൊച്ചു കുട്ടികൾക്ക് ടോയ്സ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടോയ് ആദ്യം ഉപയോഗിക്കേണ്ട രീതിയിൽ കുറെ നേരമൊക്കെ അവർ ഉപയോഗിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇവരത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പോകും. ഇവരുടേതായ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റിയിൽ അവരതുകൊണ്ട് വേറെ പലതും ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ? അതുപോലെ തന്നെയാണ് കുട്ടികള് മോണ്ടിസോറി അവർ കോമ്പിനേഷൻ ഓഫ് പിങ്ക് ടവർ ബ്രൗൺ സ്റ്റെയർസ് ചെയ്തത്. അപ്പൊ ഓരോ ബ്രൗൺ സ്റ്റെയർ ഇപ്പൊ 9 സെന്റിമീറ്റർ ഫേസ് വരുന്നത് 9 സെന്റിമീറ്റർ വരുന്ന ആ ഒരു ക്യൂബുമായിട്ട് ജോയിൻ ആകും. അത് ഓരോന്നുമായിട്ട് ഒരു കോമ്പിനേഷൻ ചെയ്യും. ഇങ്ങനെ രീതിയിൽ വെച്ച് പോകും. ഹൈറ്റ് ഡിഫറൻസ് വരും അല്ലെ? അടുത്തത് വെക്കുമ്പോൾ കുറച്ച് ഹൈറ്റ് കുറയും. 9 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു ഈ ഒരു ഫേസ് വരുന്നത്. ഈ ഹൈറ്റ് സെയിം ആണ്, പക്ഷെ നമ്മുടെ ക്യൂബിന്റെ ഹൈറ്റ് ഡിഫറെന്റ് ആയതുകൊണ്ട് ചെറിയ ചെറിയ ഹൈറ്റ് ഡിഫറൻസ് വരും. ബ്രൗൺ സ്റ്റെയറിന്റെ ഹൈറ്റ് സെയിം തന്നെയായിരുന്നു, പക്ഷെ നമ്മൾ നെക്സ്റ്റ് വെക്കുന്ന ട്യൂബ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഡിഫറൻസ് വരും. കാണാൻ വിഷമിക്കുക.
അത് എല്ലാം ആ ഒരു കറസ്പോണ്ടിങ് മെഷർമെന്റ് തന്നെയാണല്ലേ? അതെ, കുറഞ്ഞ നമുക്ക് ഗ്രൗണ്ട് സ്റ്റെയർ ഇങ്ങനെ നമ്മൾ ലെങ്ത് വൈസ് ഇങ്ങനെ വെക്കുമ്പോൾ സെയിം ലെങ്ത് ആണ്, പക്ഷെ നമ്മുടെ പിങ്ക് അവിടുന്ന് കുറഞ്ഞു വരില്ലേ 8 സെന്റിമീറ്റർ. കണ്ടോ, ചെറിയ ഗ്യാപ്പ് കളർ ഉണ്ടായിരുന്നേ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ഗ്യാപ്പ് കറക്റ്റ് ഇത് തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസ് ആയിട്ട്. ഇതവരെ കിടത്തി വെച്ചിട്ടും ചെയ്യും, ഇങ്ങനെ ലെങ്ത് വൈസ് ഇങ്ങനെ ഹൈറ്റ് വൈസും ചെയ്യും. ലെങ്ത് വൈസ് നീളത്തിൽ ഇങ്ങനെ പല പല ഷെയ്ഡ്സ് ആയിട്ട് കുട്ടികൾ ഉണ്ടാക്കും, കോമ്പിനേഷൻ ചെയ്യും. അപ്പൊ നേരത്തെ നമുക്ക് ചെയ്ത് നോക്കാമോ? കണ്ടോ, കുറഞ്ഞു കുറഞ്ഞു പോകുന്നു. ഇത്രയും സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ഇവിടെയുണ്ട്. അങ്ങനെ വെച്ച് അങ്ങനെ കോമ്പിനേഷൻസ് അവർ ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി ഒരു സർക്കിൾ പോലെ ആക്കി ആ ഒരു രീതിയിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ റൗണ്ടിലൊക്കെ വെച്ച് പല രീതിയിലാണ് കുട്ടികൾ ചെയ്യും. നേരിട്ട് ചെയ്യുമ്പോൾ ചെയ്യിക്കാം. ഓക്കെ, പിങ്ക് കളറും ബ്രൗൺ സ്റ്റേഴ്സും ക്ലിയർ ആയിട്ട്. ഈ ബ്രൗൺ സ്റ്റേഡ് ലെങ്ത് എത്ര മിസ്? മെഷർ ചെയ്തല്ലോ 10 ആണ്. മെഷർ ചെയ്ത് നമ്മളന്ന് എഴുതി വെച്ചു 10 ഇല്ല. 20 അല്ലേ മാം? 20 അല്ലേ മാം? നേരെ ഡബിൾ പോലെ തോന്നുന്നത് 20 ആയിരിക്കും. പോലെ തോന്നി, അതാ 20 ആണോ എന്ന് ചോദിച്ചത്. മിസ് അതെ, പിങ്ക് ടവർ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ മറ്റേ ബ്രൗൺ സ്റ്റെയർ ഉണ്ടാക്കാനുള്ളത് തന്നെയാണോ നമ്മൾ ചെയ്യണം? പിങ്ക് ടവർ ഉണ്ടാക്കിയിട്ടുണ്ടോ? ആ, ചെയ്തു. ബ്രൗൺ സ്റ്റെയർ ഉണ്ടാക്കുന്ന ആഗ്രഹമാണെന്ന് പറഞ്ഞേ, അപ്പൊ നിർബന്ധം ഉണ്ടോന്നാണ് ആലോചിച്ചത്. അല്ല, അത് ഇപ്പൊ ഈ പ്രാക്ടിക്കലിൽ കാണിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്യേണ്ടതാണോ? അങ്ങനെ ഇല്ലാണ്ടോ, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് വന്നാൽ നിങ്ങൾ തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയി നമുക്ക് അറ്റൻഡ് ചെയ്യാം. പക്ഷെ നമ്മുടെ വൈകയുടെ സമയമാകുമ്പോൾ ചില മെറ്റീരിയൽസ് ഉണ്ടാക്കാനായിട്ട് ലിസ്റ്റ് തന്നിട്ടില്ലേ, അത് കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. ഉടൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റണമെന്നില്ലല്ലോ, കാരണം അത് പോസിബിൾ അല്ല. വളരെ കുറച്ച് പേര് ഫർണിച്ചർ കാർപ്പൻട്രി ഒക്കെ കണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. 600, 500 ആ ഒരു റേറ്റ് ആണ് അവർ കൊടുത്തത്. പിന്നെ നമ്മളത് ഫിനിഷ് ചെയ്യണം, പെയിന്റ് ചെയ്യണം, വാർണിഷ് ചെയ്യണം, അതിന് കുറച്ച് പണികളുണ്ട്. താല്പര്യമുള്ള ചാർട്ട് പേപ്പർ വെച്ചിട്ട് ചെയ്യാം. ചാർട്ട് പേപ്പർ വെച്ച് ചെയ്യുമ്പോൾ ആ ഒരു ലുക്ക് വൈസ് ആ ഒരു ഭംഗി കിട്ടുന്നേ ഉള്ളൂ. പിന്തുടർന്ന് വിട്ടിരിക്കുകയാണ് ശരിക്കും. അത് മാത്രമല്ല വെയിറ്റ് മനസ്സിലാവില്ല. ഫുഡ് സോളിഡ്സ് ആവുമ്പോൾ കുട്ടികൾക്ക് വെയിറ്റ് മനസ്സിലാവും. മറ്റേത് സ്റ്റാക്ക് ചെയ്യാനും ഒക്കെ അവർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യും. പക്ഷെ പെട്ടെന്ന് നാശം പേപ്പറും കൂടെ ആയതുകൊണ്ട് നമ്മളത് റിപ്ലിക്ക ഉണ്ടാക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഉടൻ തന്നെ ചെയ്യാൻ നമുക്ക് നിർബന്ധമില്ല. ഞാൻ ഫുഡ് ചെയ്തു മിസ്. ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചെയ്യിക്കാനോ? ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? ഡയമെൻഷൻസ് നല്ലപോലെ കുട്ടികൾ ഇതിന് മനസ്സിലാവും. സൈസ്, വെയിറ്റ്, ലെങ്ത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. കളർ, ക്രോമാറ്റിക് സെൻസ്, കളർ. ആ മെഷർമെന്റ് സ്കെയിലിന്റെ അളവെന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ അല്ലേ? മെഷർമെന്റ് സ്കെയിലിന് 1 സെന്റിമീറ്റർ അല്ല കുറഞ്ഞു വന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വേണം നമുക്ക് നോബ് സിലിണ്ടർ നോക്കാം അല്ലെ. സെൻസോറിയലിൽ വരുന്ന ഒന്നാണ് നോബ് സിലിണ്ടർ. നെക്സ്റ്റ് നമുക്ക് നോബ് സിലിണ്ടർ നോക്കാം. ഇനിഷ്യലി ഞാൻ ഒരെണ്ണം പറയാം. നമുക്ക് 4 ടൈപ്പ് ആണുള്ളത്. 4നും ഡിഫറെന്റ് ഫീച്ചേഴ്സ് ആണ്. ഒരേപോലെ ഫീച്ചർ ഉള്ളത് അങ്ങനെ റിപ്പീറ്റ് ഇല്ല. 4 ഡിഫറെന്റ് ഫീച്ചർ ആയിരിക്കും. ഞാൻ ഒരെണ്ണം എടുക്കുന്നത് കാണാൻ. നമുക്കിവിടെ 5 സിലിണ്ടേഴ്സ് വരുന്ന പാക്കാണ് വരുന്നത്. ഇത് തന്നെ സെയിം ഫീച്ചറിൽ 10 എണ്ണം വരും. സൈസ് ഇച്ചിരി കൂടെ വലുതാവുന്നുള്ളൂ. 10 എണ്ണത്തിന് 5 എണ്ണം. പക്ഷെ ഫീച്ചേഴ്സ് സെയിം തന്നെ. ഞാൻ ഓരോന്നും എടുത്തുകൊണ്ട് പുറത്ത് വരും. കാണാനല്ലേ
ചെറുപ്പം നിൽക്കൊണ്ടറിയില്ല ബേസ് ഏരിയ കുറവായിരുന്നു. ഞാൻ ജസ്റ്റ് അതിന് ഞാനൊന്ന് കൈയിട്ടിരിക്കുക. ഈ വെച്ചിരിക്കുന്ന എന്താ മനസ്സിലാവും? ഹൈറ്റ് സെയിം ആണ്, വിഡ്ത്ത് കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, ഞാൻ രണ്ടെണ്ണം എടുത്തൊന്ന് ജസ്റ്റ് കഴിഞ്ഞു. ഒരേ ഹൈറ്റ് അല്ലേ, പക്ഷെ അതിന്റെ ബേസ് വിട്ട് നോക്കിക്കേ, അത് ഡിഫറെന്റ് അല്ലേ? ആ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ ഡിഫറെന്റ്. അപ്പൊ ഇതിന്റെ ഫീച്ചർ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? Height സെയിം same, width increase. ഹൈറ്റ് സെയിം, നമുക്ക് വിത്ത് ഇൻക്രീസ് പറയുന്നതിനേക്കാളും വിത്ത് ഡിക്രീസിങ് ഡിക്രീസ്. വിത്ത് ഡിക്രീസിങ് ചേഞ്ചസ് കാരണം ഒരാൾ പറയും ഇൻക്രീസ് ആന്ന് പറയും, ഒരാൾ പറയും ഡിക്രീസ് ആന്ന് പറയും. പക്ഷെ അതിന് കുറച്ചുകൂടെ നല്ലത് വിത്ത് ചേഞ്ചസ് നല്ലത്. നമ്മൾ ഇൻക്രീസ് ഡിക്രീസ് പറയുന്നത് ഒന്നിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് അല്ലെ. ഇതിപ്പോ ഹൈറ്റ് റിമൈൻ സെയിം, ഹൈറ്റ് സെയിം ആണ്, പക്ഷെ വിത്ത് മാറിക്കൊണ്ടിരിക്കും, വിത്ത് ചേഞ്ചസ്. ശ്രീലക്ഷ്മി എനിക്ക് ചോദിക്കാനുണ്ടോ? ഞാൻ ഇന്ന് ഫോൺ മുഴുവൻ അന്വേഷിക്കായിരുന്നു. എന്നോട് ഒരു കുട്ടി പറഞ്ഞു പ്രാക്ടിക്കൽ സെഷൻ തുടങ്ങുമ്പോൾ പറയണേന്ന്. ആലോചിച്ച് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ മെസ്സേജ് പഴയതെടുത്ത് നോക്കുവരും. സോറി, തുടങ്ങിയിട്ടേ വിളിക്കോ. പറയാൻ എന്ത് ബ്യൂട്ടിയാണ്. ചിലപ്പോൾ നമുക്കൊരു ഡിസ്റ്റർബൻസ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് നോബൽ സിലിണ്ടറിന്റെ ഫീച്ചർ നമ്മൾ മനസ്സിലാക്കി. ഹൈറ്റ് റിമൈൻസ് സെയിം, എല്ലാ സിലിണ്ടേഴ്സിന്റെയും ഹൈറ്റ് സെയിം ആണ്, പക്ഷെ വിട്ട് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഇതിന് നോബുണ്ട്, നിങ്ങൾക്ക് കാണാം അല്ലെ, നോബ്സ് ഉണ്ട് സിലിണ്ടർ. അപ്പൊ ഈ നോബ് കുട്ടികൾ പിടിക്കുമ്പോൾ 3 ഫിംഗേഴ്സ്, ചിലപ്പോൾ അവർ മുഴുവൻ ഡെമോ വെച്ച് പിടിക്കാം. 3 ഫിംഗേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡെമോ കാണിച്ചു കൊടുക്കുക. ഈ സിലിണ്ടേഴ്സ് സ്റ്റാക്ക് ചെയ്യുന്ന ആ വുഡൻ ആ ഒരു കേസ്, അതിന് നമുക്ക് കാണാം കുറെ ഗ്ലൂസ് ഉണ്ട്. 5 സിലിണ്ടറിനും 5 ഗ്ലൂസ് ഉണ്ട്. ഇതിലേക്ക് ഇവര് അറേഞ്ച് ചെയ്യുന്നതാണ് അവർ ചെയ്യുന്ന ആക്ടിവിറ്റി. ഫസ്റ്റ് എല്ലാം നമ്മൾ അതിൽ നിന്ന് മാറ്റി വെച്ച് അത് കഴിഞ്ഞ് അറേഞ്ച് ചെയ്യും. നമ്മൾ പറഞ്ഞു ഓൾറെഡി നമുക്ക് 4 ടൈപ്പ് ഉണ്ട്. ഒരിക്കലും കുട്ടികളുടെ മുന്നിലേക്ക് 4 കൂടെ ഒരുമിച്ച് വെക്കരുത്. ഫസ്റ്റ് ഒരെണ്ണം വെക്കുക. അപ്പൊ അതിന്റെ ഫീച്ചർ അവർ മനസ്സിലാക്കി അത് അറേഞ്ച് ചെയ്യുന്നത് കഴിയുമ്പോൾ രണ്ടാമത്തെ എടുക്കും. അത് കഴിയുമ്പോൾ 3ാമത്തത്, അത് കഴിയുമ്പോൾ 4ാമത്. നമ്മൾ എപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ സിമ്പിൾ ടു കോംപ്ലക്സ് ആണ്. 4 ഒരുമിച്ച് എടുത്തു വെച്ച് 4 കൂടെ മിക്സ് ആയി ആകെ കോംപ്ലിക്കേറ്റഡ് ആവും, അവർക്ക് കൺഫ്യൂഷൻ ആവും. അതിൽ നല്ലത് ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. ശരിക്കും പഠന രീതി തന്നെ അങ്ങനെയാണ് ശരിക്കും വേണ്ടത്. അതായത് പറ്റുന്ന പരീക്ഷ കാലമാകുമ്പോൾ എല്ലാവരും ഒരുമിച്ചിട്ട് പഠിക്കുമ്പോഴേക്കും ആകെ നമുക്ക് ഒരു ഹെഡേക്ക് ആവും. അതുകൊണ്ടാണ് പണ്ട് തുടങ്ങിയ ആൾക്കാർ അങ്ങനെ പഠിക്കുന്ന നമുക്ക് സിമ്പിൾ ടു കോംപ്ലക്സ്, അത് തന്നെയാണ് മെത്തേഡ്. ആദ്യം സിമ്പിൾ ആയിട്ട് കാണിച്ചിട്ടുള്ളൂ, പിന്നെ അവിടെ അടുത്ത അങ്ങനെ അത് ഓരോരോ രീതിയിൽ നമ്മൾ ഇത് പ്രസന്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് അത് മനസ്സിലാക്കും. കാരണം 45 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചത് സ്റ്റാർട്ട് ചെയ്യുന്ന കാണിച്ചു തരാം. ആസാനകത്ത് നമുക്കറിയാം ഓരോ ഗ്രൂവ് കാണുമ്പോൾ ഏത് ഗ്രൂവിലാണ് ഏത് സിലിണ്ടർ വരുന്നത്. പക്ഷെ ഒരു കുട്ടിക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു മിസ്റ്റേക്ക് വന്നു വിചാരിച്ചു, സ്റ്റാർട്ട് ചെയ്തു, ഏറ്റവും അവസാനം വന്നതിനെ വെക്കാനായിട്ട് പറ്റുന്നില്ല. റിമൈനിങ് ഗ്രൂവിൽ അത് കയറി കുട്ടിക്ക് മനസ്സിലാവും എവിടെയോ മിസ്റ്റേക്ക് പറ്റി. അവൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് എല്ലാം പുറത്തെടുക്കും, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചിലപ്പോൾ പലതവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴായിരിക്കും അത് ശരിയായി വരും. അപ്പൊ കൺട്രോൾ ഓഫ് എറർ അത് തന്നെ കുട്ടി മനസ്സിലാക്കും. വൺസ് അവൻ അത് കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു ലോകത്തെ സന്തോഷവും ആ ഒരു അക്കോംപ്ലിഷ്മെന്റ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അവർ ചിലപ്പോൾ കൂടി വിളിക്കും, കൈവിട്ടി സന്തോഷിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് വണ്ണിന്റെ ടീച്ചർ നമ്മൾ പറഞ്ഞു ഹൈറ്റ് റിമൈൻസ് ദ സെയിം വിത്ത് ചേഞ്ചസ്. അതിനെ മാറ്റിയിട്ടില്ല. അടുത്തെടുക്കുക. നെക്സ്റ്റ് വണ്ണം ഞാൻ എടുത്ത് മാറ്റി വെക്കാം. അതിന്റെ ഫീച്ചർ എന്താണെന്ന് എന്ന് പറഞ്ഞു. കുറച്ചുകൂടെ ഹൈറ്റിൽ വെക്കണം.
ആയിരുന്നു. ഇത് കുറച്ചുകൂടെ ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മുടെ ഞാൻ ഇതിന്ന് മാറ്റി വെക്കുവാണേ. ഇത് കണ്ട എന്ത് മനസ്സിലാവും? ഞാൻ ഈ സാധനം ഹൈറ്റ് ചേഞ്ചസ്. ഹൈറ്റ് ആൻഡ് വിഡ്ത്തും ചേഞ്ചസ്. ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ചേഞ്ചസ്. ഹൈറ്റ് വിട്ടും ചേഞ്ച് ചെയ്യുന്നു പറഞ്ഞു അല്ലെ? എങ്ങനെ ചേഞ്ച് ചെയ്തു? ഇതാണ് ഏറ്റവും ഹൈറ്റ് കൂടിയത്, കണ്ടിട്ട് മനസ്സിലാവും അല്ലെ? അതിന്റെ വിട്ടോ കമ്പയർഡ് ടു അതേഴ്സ് കൂടുതലാണ്, ഏറ്റവും കൂടുതൽ അതിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ആ സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റും? ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ആർ ഡിഫറൻസ്. അത് ഇവിടെ ഹൈറ്റ് ആൻഡ് വെയ്റ്റ് ചേഞ്ചിങ്. ഹൈറ്റ് കൂടിയതിനാണോ വിട്ട് കൂടിയത്? ഹൈറ്റ് ഇൻക്രീസസ് ആൻഡ് വിഡ്ത്ത് ഡിക്രീസസ്. നോ രണ്ടും ഇൻക്രീസ് തന്നെയല്ലേ? ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഓൾസോ ഇൻക്രീസസ്. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വിട്ടും ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ തിരിച്ച് നിങ്ങൾ പറയാം, ഹൈറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ വിട്ടും ഡിക്രീസ് ചെയ്യും. അപ്പൊ നമ്മൾ മാത്സിൽ ഒരു ടേം യൂസ് ചെയ്യാറുണ്ടല്ലോ, അങ്ങനെയുള്ളതിന് ഒന്ന് കൂടുമ്പോൾ മറ്റതും കൂടും, ഒന്ന് കുറയുമ്പോൾ മറ്റതും കുറയും എന്നൊരു ടേം യൂസ് ചെയ്യാറുണ്ടല്ലോ മാത്സിൽ. പ്രൊപ്പോർഷണൽ അല്ലെ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഒന്ന് കൂടുമ്പോൾ അടുത്തൊന്നും കൂടും, ഒന്ന് കുറയുമ്പോൾ മറ്റതും കുറയും. അത് ഒരെണ്ണത്തിൽ എന്ത് ചേഞ്ച് ആണോ സംഭവിക്കുന്നത് അത് തന്നെയാണ് മറ്റതിന് സംഭവിക്കുന്നത്. ഹൈറ്റ് കൂടിയപ്പോ വിട്ട് കൂടി, ഹൈറ്റ് കുറഞ്ഞപ്പോ വിട്ട് കുറയും. ഹൈറ്റ് വിട്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വിട്ട് ഇൻക്രീസ് ചെയ്യും. വിഡ്ത്ത് ആൾസോ ഇൻക്രീസ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെ വേറെ തിരിച്ചു പറയുവാണെങ്കിൽ ഹൈറ്റ് ഡിക്രീസ് ചെയ്തപ്പോൾ വിട്ടും ഡിക്രീസ് ചെയ്യും. ഇതിനെ അറേഞ്ച് ചെയ്യുന്നതല്ല ശരിക്കും അവിടെ 3 ഫിഗേഴ്സ് ഇങ്ങനെ മൂവ് ചെയ്തോണ്ടേ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ആകാനുള്ള ആക്ടിവിറ്റി കൂടിയാണ്. വളരെ ഫൈനാണ് ഈ വിട്ടൊക്കെ. എന്താ പറയാ, റഫ്നെസ് ഒന്നുമില്ല, വളരെ സ്മൂത്ത് ആണ്, നല്ല ഫൈൻ റിയൽ വുഡ് കൊണ്ടുള്ളതാണ്, നല്ല ഫിനിഷിംഗും ആണ്, കാണുമ്പോൾ മനസ്സിലാവും. ആ ഒരു സിലിണ്ടർ നമ്മൾ രണ്ടെണ്ണം. നെക്സ്റ്റ് അടുത്തത് എടുത്തിരിക്കുകയാണെ. അതിന്റെ ഞാൻ താഴെ എടുത്തിരിക്കാം. അപ്പൊ അവസാന അടുത്ത് ഞാൻ 2 കൈ യൂസ് ചെയ്ത് വെച്ചു. കുട്ടികൾക്കും അങ്ങനെ വേണം, നമ്മൾ കാണിക്കുന്നതുകൊണ്ട് അവർ അത് അടുത്ത ഹൈറ്റ് കുറവ്. ഇങ്ങനെയും കൂടെ കാണിച്ചു. വിഡ്ത്ത് സെയിം. വിത്ത് സെയിം ഹൈറ്റ് ഡിഫറെന്റ്. സ്റ്റേറ്റ്മെന്റ് പറയാം. സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പറയാം ടീച്ചർ? Height is different, width is Width remains the same. Height will be changed. Width remains the same. Height changes. ഹൈറ്റ് മാറിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ വിട്ട് അത് തന്നെ അല്ലെ? ഗ്രൂവ് നോക്കിയാലും മനസ്സിലാവും എല്ലാത്തിനും ഒരേപോലെയാണ് പാരാമീറ്റർ വരുന്നത്. തിരിച്ചു വയ്ക്കാം. അതായത് അറേഞ്ചിങ് ആണ്, അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും. ഇപ്പൊ ഇതിപ്പോ ഗ്രൂവ് എല്ലാം ഒരുപോലെയാണ്. ഒരു കുട്ടി അറേഞ്ച് ചെയ്തപ്പോ നമുക്ക് കുട്ടികൾ ചെയ്യുന്ന പോലെ ചേർന്ന് വന്നാൽ എങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ വെച്ചു. നമ്മള് ഒരു സ്കെയിലോ അല്ലെങ്കിൽ അവരുടെ കൈകുഞ്ഞ് കൈ നോക്കിയപ്പോ ലെവൽ അല്ല കേട്ടോ, ഒരെണ്ണം പൊങ്ങി നിൽക്കുന്നു, ഒരെണ്ണം താഴെ നിൽക്കുന്നു, ലെവല് ശരിയാണ്. സോ അത് വീണ്ടും എടുത്തിട്ട് അത് അറേഞ്ച് ചെയ്യും. മൂന്നെണ്ണം കഴിയും. അപ്പൊ ഏതൊക്കെ ഫീച്ചേഴ്സ് പറഞ്ഞു? സെയിം ഹൈറ്റ് ചേഞ്ചസും പിന്നെ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ചേഞ്ചസ് ഉള്ളതും പിന്നെ വിഡ്ത്ത് റിമൈൻ സെയിം പ്ലസ് ഹൈറ്റ് ചേഞ്ചസ് ഉള്ളത്. Directly proportional and directly. Height remains same, width changes. Width remains same, height changes. Height increasing into width increasing, directly proportional. Another. Next one. Width is different, height is also different.
ഇവിടെ ശരിക്കും ഏറ്റവും വിട്ട് കൂടിയതിന്റെ ഹൈറ്റ് കുറവാണ് അല്ലെ. ഹൈറ്റ് കൂടിയതിന് വിട്ട് കുറവാണ്. അതൊന്ന് കൂടുമ്പോ മറ്റത് കുറയുക. അതിനെന്താ നമ്മൾ പറയുക? എന്ത് പ്രപ്പോർഷനാണ്? ഡിസെൻഡിങ് അസെൻഡിങ് ഓർഡർ. Inversely. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. പ്രൊപ്പോർഷണൽ. ഹൈറ്റ് കൂടിയപ്പോ വിട്ട് കുറയും. നമുക്കൊരു ഡയറക്ട്ലി പ്രപ്പോർഷണൽ ഉണ്ട്, ഒരു ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ഉണ്ട്. അതുപോലെ തന്നെ ഹൈറ്റ് സെയിം വിത്ത് ചേഞ്ചസ് ഉണ്ട്, വിത്ത് സെയിം ഹൈറ്റ് ചേഞ്ചസ് ഉണ്ട്. ഈ 4 ഫീച്ചേഴ്സ്, ഇതേ 4 ഫീച്ചേഴ്സിൽ തന്നെയാണ് നമുക്ക് നോബ്ലെസ് സിലിണ്ടർ വരുന്നത്. മനസ്സിലായോ? നോബ്ലെസ്സും ഇതുപോലെ തന്നെ. ക്ലിയർ ആയില്ലോ അല്ലെ? മാം എക്സാമിന് പ്രാക്ടിക്കലി ക്വസ്റ്റ്യൻ വരുമോ മാം? തിയറി എക്സാം ആണോ? ഇല്ല, പ്രാക്ടിക്കലിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം വൈവേനാണ്. ഓക്കെ. കോംപ്ലക്സ് മാം വൈവ മാർച്ചിലല്ലേ കാണത്തുള്ളൂ? എന്തോ വൈവ മാർച്ചിലല്ലേ കാണത്തുള്ളൂ? വൈവ നിങ്ങൾക്ക് പി ജിയുടെ ക്ലാസ് തുടങ്ങൂലേ? ക്ലാസ് തുടങ്ങി ഒരു 3 weeks കഴിയുമ്പോ പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പം വേണമെങ്കിലും വരും. എന്താന്നോ, ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട് തിങ്കളാഴ്ച തൊട്ടേ. അപ്പം ഈ ഫെബ്രുവരി മാസം 1 മാസം. ഹലോ, ഫെബ്രുവരി മാസം മാം 1 മാസം പോകുന്നുണ്ട്. കുഴപ്പമില്ല, 2 മാസം തന്നെ ആയിരിക്കും. കാരണം നിങ്ങളുടെ 13 കഴിയണം, 13 വൈവ കഴിയണം, സമയമുണ്ട്. ആണോ? ഓക്കെ മാം. അവരുടെ കഴിഞ്ഞിട്ടേ നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യും. ഹലോ മാം, അവിടെ വന്ന് പ്രാക്ടിക്കൽ ചെയ്യുമ്പോ അന്ന് തന്നെ വൈവ ചെയ്യാൻ പറ്റുമോ? വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയവർക്ക് വർക്കെല്ലാം കംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓൺലൈനായിട്ട് ആമസോണിൽ പർച്ചേസ് ചെയ്ത പിങ്ക് അവറിന്റെ ആ ഒരു പ്രശ്നം. ഇത് ചെറുതാണേ, സ്റ്റാർട്ട് ചെയ്തപ്പോ ഇത്രയും വന്നിട്ട് അതൊക്കെ ആകെ 1 or 2 മാസം മാത്രമേ കംപ്ലീറ്റ് രൂപയായിട്ട് എനിക്ക് തോന്നുന്നു. ബാക്കിയെല്ലാം ബ്രൗൺ സ്റ്റെയറും എല്ലാതും ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്ത്. എന്താണ് അല്ലെ, ബ്രൗൺ സ്റ്റെയർസും എല്ലാം ആമസോണിൽ തന്നെയാണോ പർച്ചേസ് ചെയ്തത്? എല്ലാം ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. പിങ്ക് അവറിന്റെ പറ്റി പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൽ അവൈലബിൾ ആണോ അപ്പൊ ഈ കാണിച്ച സിലിണ്ടേഴ്സും എല്ലാം? കോസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഓഫർ ടൈം നോക്കിയാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത്. ദീപാവലി ടൈമൊക്കെ ആ സമയത്ത് ഓഫർ ഉണ്ടായിരുന്നു. എന്ന് വെച്ചിട്ട് ഈ പ്രോഡക്ട്സിനൊന്നും ഭയങ്കര വില കുറവൊന്നും ഉണ്ടായില്ല. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാ മെറ്റീരിയൽസും കൂടെ ഒരു 2 lakhs ഒക്കെ ആയിരിക്കും. നമുക്ക് നോബ്ലെസ്സും കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കാരണം 14th ക്ലാസ് നാളെ 2:30 വെച്ചാൽ നിങ്ങൾക്ക് കയറാൻ പറ്റില്ലേ? ഞങ്ങളുടെ ക്ലാസ് ടൈം കഴിയില്ലേ? നൈറ്റിൽ വെക്കാൻ പറ്റും. നൈറ്റിൽ വെക്കാം. നൈറ്റ്സ് വെക്കണമെങ്കിൽ ഞാൻ ഇവിടെ വരണം. മെറ്റീരിയൽസ് എല്ലാം ഇവിടെ ഇരിക്കല്ലേ, എന്റെ 4:30 ഫിക്സ് ചെയ്യില്ലേ? അതുകൊണ്ടല്ലേ എന്നിട്ട് ഞാൻ നൈറ്റിലൊക്കെ ഇട്ടുള്ളൂ. ഇതിന്റെ ഓരോന്നിന്റെയും ഫേസും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. കാരണം ഇതൊരു കുട്ടിക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ഇത്. ഒരു ഗ്രൂവ് പോലെ ഉണ്ട്. ജസ്റ്റ് അങ്ങനെ വയ്ക്കുക, നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ. ടൈറ്റ്ലി പാക്ഡ് ഒന്നും അല്ലെങ്കിൽ ലൈറ്റിൽ എടുക്കണമെങ്കിൽ ഇതെല്ലാം ഞാൻ വീട്ടിൽ കൊണ്ടുപോകണം. അവിടെ ഇരുന്നെടുക്കേണ്ടവര് എന്താന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ ആവശ്യമാകും. അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് അത് ഇതാക്കി വെച്ചത്. പ്രാക്ടിക്കലി ഈ ഡെമോ മാത്രം നൈറ്റ് എടുക്കാൻ പറ്റില്ല, ബാക്കി എന്തും ഞാൻ നൈറ്റ് എടുക്കും. അപ്പൊ ഓരോന്നായിട്ട് ബ്ലൂ അല്ലെ, അതിന്റെ ഗേറ്റിന്റെ കളർ ബ്ലൂ തന്നെ. ഞാൻ ഇതൊന്ന് പ്ലേസ് ചെയ്യാം.
ഇതെല്ലാം നമ്മൾ പുറത്തേക്ക് എടുക്കുവാണ്. ഈ ബോക്സ് ഒന്ന് മാം നാളെ 2:30 എന്നല്ലേ പറഞ്ഞേ? പേജിലെ ക്ലാസ് തുടങ്ങണം. നാളെ പിജിയുടെ ക്ലാസ് ആണെങ്കിൽ ഞാൻ പിജിയുടെ ക്ലാസ് ഒരു ദിവസം കൂടെ അങ്ങ് പുഷ് ചെയ്തിട്ട് നാളെ പ്രാക്ടിക്കൽ സെഷൻ വെക്കണം. ഒന്ന് റിക്വസ്റ്റ് ചെയ്തേട്ടോ. മെസ്സേജ് വരും. അല്ല നാളെ തന്നെ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല മാം. നാളെ തന്നെ തീർക്കാനായിട്ട് നാളെ പഠിക്കാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ തീരുന്ന വരെ എടുക്കാറ്. റെക്കോർഡ് ക്ലാസ് വരുമല്ലോ അല്ലേ മാം? റെക്കോർഡ് ക്ലാസ് വരും. 10 പീസിലെ ഒരു 6 എണ്ണം എനിക്ക് അടുപ്പിച്ചടുപ്പിച്ച് വെക്കാനായിട്ട് പറ്റി. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഫീച്ചർ മനസ്സിലാകും. Yes, ma'am. Width remains same. Yes. Height increases. Same height. Width remains same. Height increases. നോബ് സിലിണ്ടർ പറഞ്ഞില്ലേ, അതിന്റെ അതേ 4 ഫീച്ചേഴ്സിലാണ് ഇത് വരുന്നത്. ഇതിൽ നോബില്ല, കളർ ഉണ്ട്, കളർഫുൾ ആണ്, നല്ല വൈബ്രന്റ് കളേഴ്സ് ആണ്. നോക്കിക്കഴിഞ്ഞാൽ കാണാം വിത്ത് റിമൈൻസ് സെയിം, ഒരേപോലെ നീളത്തിൽ കൂടിയ ഒരേപോലെ സിലിണ്ടർ. വിത്ത് സെയിം ആണ്, പക്ഷെ ഹൈറ്റ് ചേഞ്ചസ് അല്ലെ. അപ്പൊ അത് ക്ലിയർ ആയിരുന്നു. ഏറ്റവും ചെറുത് ഞങ്ങൾ ഒരുമിച്ച് ഭയങ്കര വൈബ്രന്റ് അട്രാക്റ്റീവ് കളറായ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. So next step, let's go down. ഞാൻ ആദ്യം അത് അറേഞ്ച് ചെയ്യാം. അതിന്റെ ടീച്ചർ അത് നോക്കിയിട്ട് പറയാം. So Height increases, the width increases. Width and height changes. എങ്ങനെ ചെയ്യും? Width and height changes. directly proportionate with height and ഹൈറ്റ് കൂടിയതിനല്ലേ ഏറ്റവും കൂടുതൽ വിത്ത്, ഹൈറ്റ് കുറഞ്ഞതിനല്ലേ ഏറ്റവും കുറവ് വിത്ത്. സോ അതെ. ഹൈറ്റ് കൂടുമ്പോ വിട്ടും കൂടും, അല്ലെങ്കിൽ ഹൈറ്റ് കുറയുമ്പോ വിട്ടും കുറയും. ദാറ്റ് മീൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഹൈറ്റ് വിത്ത്. ഒരു അഡൽട്ടിന്റെ വ്യൂവിൽ നമ്മൾ പെട്ടെന്ന് അത് സ്റ്റാക്ക് ചെയ്തായിരിക്കും. പക്ഷെ കുട്ടി വെക്കുന്ന ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോ, പക്ഷെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. അപ്പൊ അവരതിനനുസരിച്ച് മാറ്റി. ഇവിടെ എന്താ ഫീച്ചർ വരുന്നത്? Height increase and width decrease. Height കൂടുമ്പോൾ width കുറയുന്നു. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഏറ്റവും വിട്ട് കൂടിയതിനാണ് ഏറ്റവും ഹൈറ്റ് കുറവ്, ഹൈറ്റ് കൂടിയതിന് ഏറ്റവും കുറവ്. ഒന്ന് കൂടിയപ്പോൾ ഒന്ന് കുറയുന്നു. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഹൈറ്റ് വിട്ട്. നമ്മൾ ഗ്രീൻ വൺ കഴിഞ്ഞു, യെല്ലോ കഴിഞ്ഞു, ബ്ലൂ കഴിഞ്ഞു. നെക്സ്റ്റ് റെഡ്. റെഡിൽ നമുക്ക് ഒരെണ്ണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കും. ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുപോയി ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ മിസ്സായി ഒരു ചെറുത്. നമുക്ക് 9 പീസേ റെഡിലുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിത് ഒരു സ്ഥലത്ത് തന്നെ വെക്കാമെന്ന് തീരുമാനിച്ചത്. പെയിന്റ് പോലെ ഇതെന്താണ്? Height remains same and width increases. അതുപോലെ ഹൈറ്റ് കുറയുമ്പോ വിടുത്തും കുറയും. ഹൈറ്റ് Height remains same. Height same. ഹൈറ്റ് സെയിം ആണ്. Height same ആണ്. Height remains same, width change. സെയിം അല്ലേ? ഹൈറ്റ്
റിമൈൻസ് സെയിം ബട്ട് വിത്ത് ചേഞ്ചസ്. വിത്ത് ജെയിംസ്. ഈ കുട്ടികൾക്ക് നമ്മൾ ആദ്യം നോബിലാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അത് അവരെല്ലാം നല്ലപോലെ പഠിച്ചു കഴിഞ്ഞിട്ട് നോബ്ലെസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. അവരുടെ ക്രോമാറ്റിക് സെൻസ് കളർ അവർക്ക് മനസ്സിലായി, ഷേപ്പ് മനസ്സിലായി അല്ലെ. നോബ് അല്ലാത്തതുകൊണ്ട് അവർ ഇങ്ങനെ പിടിക്കുമായിരിക്കും. നമുക്കിപ്പോ ഇപ്പൊ അവരുടെ എല്ലാ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിക്കും. എങ്ങനെ ഇപ്പൊ എത്ര ഫിംഗേഴ്സ് ആണ് മൂവ് ചെയ്യുന്നത്. ഇനി അവരെന്നിട്ട് വീണ്ടും മാനിപ്പുലേറ്റ് ചെയ്യും, അത് കോമ്പിനേഷൻ ചെയ്യും. നോബ്ലെസ്സും നോബ്ഡുമായിട്ട് കോമ്പിനേഷൻസ് ചെയ്യും. ഇതിന്റെ മുകളിൽ അല്ലെങ്കിൽ നോബ്ലെസ്സിൽ തന്നെ പലതുമായിട്ട് കോമ്പിനേഷൻ ചെയ്യും. വീണ്ടും ഈ ഒരു വലിയ വ്യക്തിയെ ഒരേ വിട്ടാണല്ലേ. അങ്ങനെ കോമ്പിനേഷൻസ് അങ്ങനെ അവർ മാനിപ്പുലേറ്റ് ചെയ്ത് ഓരോ ചെയ്യുന്നത് അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച്. അപ്പൊ ഞാനിപ്പോ ഇതാണ് എന്താ പറയുക നോബ്ലെസ് സിലിണ്ടേഴ്സിൽ വരുന്നത്. അപ്പൊ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെ അല്ലെ. നോബിന്റെ അതേ ഫീച്ചേഴ്സ് തന്നെ വരുന്നു. ഒരു എന്താ പറയുക സൗണ്ട് സിലിണ്ടേഴ്സ് ആണ്. മോണിറ്ററായിട്ട് മനസ്സിലാക്കുന്നത് ഈ കളറൊക്കെ കാണുമ്പോൾ കണ്ണിലേക്ക് കളർ ഇടുക. ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കില്ല. പിന്നെ കാണിച്ചു തരുന്നത് പെട്ടെന്ന് കിട്ടില്ല. നോബിൾ സിലിണ്ടേഴ്സിലായി ഹോൾസ് ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് അതില് ആ ഹോൾസിൽ കയറുന്നില്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഇത് കുറച്ചും കൂടി സമയം എടുക്കും ഇത് കറക്റ്റ് ആണോ അല്ലേ എന്ന് നോക്കി ശരിയാവാൻ വേണ്ടി. ഇവിടെ കളറാണ് അവർ ആദ്യം മനസ്സിലാക്കി. അതെ, കളർ വൈബ്രന്റ്. മാം കളർ ഐഡന്റിഫൈ ചെയ്യും കുട്ടികള്. ഞാൻ ഡിഫറെന്റ് നോക്കും. എത്ര സിലിണ്ടർ വെച്ചിട്ടുണ്ട്? Six cylinder. 6 cylinder. 3 red, 3 green. ഇതിന്റെ അടപ്പിന്റെ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അല്ലെ. Red and green. എന്തുകൊണ്ടാണ് എന്നെ വന്നിരിക്കുന്നത്? 3 സിലിണ്ടർ മിസ്സേ ഇങ്ങോട്ട് നീക്കി വെക്കോ? അങ്ങോട്ടേക്ക് കാണുന്നില്ല. ഓക്കെ ഓക്കെ. സ്ക്രീൻ നീക്കാൻ മാം നീക്കണ്ട, സ്ക്രീൻ നീക്കിയാ മതി. സ്ക്രീൻ നീക്കാൻ പറ്റും. ഞാൻ അവിടെ പറയാം. മാം അല്ല സ്റ്റുഡൻസ് സ്ക്രീൻ നീക്കിയാ മതി. ഞങ്ങൾക്ക് നീക്കാൻ പറ്റും മാം. ശരി. നിങ്ങളൊന്ന് സൂം ചെയ്യോ അങ്ങനെ എന്തൊക്കെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാം. ഓക്കെ. 6 സിലിണ്ടർ. 3 green, 3 red. നമ്മളിത് സൗണ്ട് സിലിണ്ടേഴ്സ് ആണ്. നമ്മളിത് കുട്ടികളെ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ചെയ്യുക. കാരണം നമ്മൾ സൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഓഡിറ്ററി സെൻസിനാണ് അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോ അവർ കണ്ണ് തുറന്ന് പിടിച്ചാൽ അവർ ഡിസ്ട്രാക്റ്റഡ് ആവും. അവർക്ക് അത് മാത്രമല്ല അടപ്പിന്റെ കളർ അവർ കാണും. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രീനും ഒരു റെഡിലും ഒരേ സൗണ്ട് വരുന്ന രീതിയിൽ ഒരേപോലെ മെറ്റീരിയൽസ്. എനിക്കിവിടെ ബീഡ്സ് ആണ് മെറ്റീരിയൽ ആയിട്ടുള്ളത്. ഞാൻ ബീഡ്സ് എടുത്തിട്ട് കാണാം. ഒരേപോലത്തെ ബീഡ്സ് രണ്ടിലും 2 ബീഡ്സ് ഇവിടെ എടുത്തത്. നമ്മുടെ മാലയുടെ ഇട്ടില്ലേ അത് ഒരേപോലുള്ളത് രണ്ടിലും ഇട്ടു. ഇനി ഇതിപ്പോ 2 ഇട്ടിട്ട് അതുപോലെ വേറെ 2 ഒരെണ്ണം ഇടാം, അല്ലെങ്കിൽ 5 ഇടാം. ഇപ്പൊ കൂടുതൽ ബീഡ്സ് വരുമ്പോൾ സൗണ്ടിന് വ്യത്യാസം വരും. ഇതിപ്പോ ഇതിൽ 2 ഉള്ളത് കാരണം 2ന്റെ സൗണ്ട് ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്പർ ചേഞ്ച് ചെയ്തിടാം. പക്ഷെ ഒരു ഗ്രീനിലും ഒരു റെഡിലും ഒരേപോലെ വരണം. അതുപോലെ തന്നെ വേറൊരു ഗ്രീനിലും വേറൊരു റെഡിലും ഒരേപോലെ വരണം. ഇതിലും ഒരേപോലെ വരണം. അങ്ങനെ നമ്മൾ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കും. ഈ സിലിണ്ടേഴ്സ് എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് കുട്ടിയോട് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ട് ശബ്ദം മനസ്സിലാക്കി പെയർ ചെയ്യാൻ പറയും. ഇവര് കണ്ണടച്ച് അത് ശബ്ദം മനസ്സിലാക്കി പെയർ ചെയ്യുമ്പോൾ ഒരു സിലിണ്ടർ എന്തായാലും ഗ്രീൻ അടപ്പുള്ളതും ഒരെണ്ണം റെഡ് കളറിലേക്കും വരും. ആ രീതിയിൽ വേണം നമ്മൾ മെറ്റീരിയൽസ് ഇതിന് ഫില്ല് ചെയ്യാനായിട്ട്. ഇത് സൗണ്ട് സിലിണ്ടേഴ്സിന്റെ കാര്യം. പിന്നെ ഇതിന്റെ അടപ്പ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ടൈറ്റ്ലി ആണ്. അപ്പൊ നമ്മൾ കുലുക്കുമ്പോൾ
വിരല് വെച്ച് അടപ്പ് തുറന്നു പോകാത്ത രീതിയിൽ പ്രസ് ചെയ്തിട്ട് വേണം അവരോട് പിടിക്കാനായിട്ട് പറയാം. ഓക്കെ, അങ്ങനെ പിടിച്ച് വേണം അത് പിടിക്കാൻ. പിന്നെ ഇത് തന്നെ നമുക്ക് സ്മെല്ലിംഗ് സിലിണ്ടേഴ്സ് ഉണ്ട്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? സിലിണ്ടറിനകത്ത് നമ്മളിങ്ങനെ മുത്ത് ബീഡ്സ് നിറയ്ക്കാൻ അതിൽ ഒരേപോലുള്ള മുത്ത് അതെ, ശബ്ദം വേറെ ശ്രീലക്ഷ്മി സൗണ്ട് ബ്രേക്ക് ആയി പോകും. അതിന് കേട്ടില്ല എനിക്ക് ഇട്ടോന്ന് പറയണേ. ആദ്യത്തെ ഞാൻ കേട്ടു ഒരേപോലുള്ള ബീഡ്സ് വെക്കേണ്ടതെന്നുള്ളത് ഞാൻ കേട്ടു. അത് അങ്ങനെ തന്നെ വേണം. നമ്മൾ പെയർ ചെയ്യാനുള്ളത് ഒരേപോലത്തെ മെറ്റീരിയൽസ് പിക്ക് ചെയ്യാനുള്ളത്. അപ്പൊ മണലാണ് നിറയ്ക്കുന്നതെങ്കിൽ പോലും, നല്ല ജ്യൂസുള്ള മണലാണെങ്കിൽ പോലും ഒരേ അളവിൽ നിറയ്ക്കാം. പറഞ്ഞു. ഒരേപോലുള്ളത് വേണം. നമ്മൾ പെയർ ഉദ്ദേശിക്കുന്ന രണ്ടിലും ഒരേപോലുള്ള മെറ്റീരിയൽസ് ആയിട്ട്, എന്നാലാണ് നമുക്ക് ഒരേപോലത്തെ സൗണ്ട് കിട്ടും. ഓക്കെ, ഇനി ഇത് നമുക്കറിയാം ടൈറ്റ്ലി ആയിട്ട് ക്ലോസ് ചെയ്യുന്ന അടപ്പല്ല ഇതിനുള്ളത്. കാരണം ഇത് ചൈൽഡ് ഫ്രണ്ട്ലി ആണ്. കുട്ടികൾക്ക് ഈസിലി ആയിട്ട് തുറക്കാം. അല്ലാണ്ട് അവർക്ക് ബലം പ്രയോഗിച്ച് വലിക്കുന്നതോ ഈസിലി അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ മെറ്റീരിയൽസിന്റെ ബോക്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ സിലിണ്ടറിനെ ക്ലോസ്ഡ് ആയിട്ടുള്ള സിലിണ്ടർ ആണെങ്കിൽ എന്ത് തന്നെ. ഇനി ഇത് തന്നെ സ്മെല്ലിംഗ് സിലിണ്ടേഴ്സ് ഉണ്ട്. സ്മെല്ലിംഗ് സിലിണ്ടേഴ്സ് ആകുമ്പോൾ സെയിം സിലിണ്ടർ തന്നെ പക്ഷെ ഹോൾസ് ഉണ്ടാവേണ്ടി വരും. നമ്മുടെ ടേബിളിൽ വെക്കുന്ന സോൾട്ടും പെപ്പറും ഒക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ സ്പ്രിങ്കിൾ ചെയ്തിടാനായിട്ട് നമ്മളൊരു ബോക്സിൽ വെക്കില്ലേ, അതിനിങ്ങനെ ഹോൾസ് ഉണ്ടാവില്ല. അതുപോലെ ഇതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. എപ്പോഴാണ് നമുക്ക് ഓപ്പൺ ചെയ്യുന്നത് ആ സമയത്ത് മാത്രം അതിന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഹോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ആ രീതിയിലുള്ള സിലിണ്ടറാണ് സ്മെല്ലിംഗ് സിലിണ്ടേഴ്സിൽ കിട്ടുന്നത്. നമുക്ക് സ്പൈസസ് ഇടാം, നല്ല പെർഫ്യൂം കോട്ടണിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് അതിട്ടിട്ട്. പക്ഷെ അവിടെയും ഇതുപോലെ തന്നെ 6 സിലിണ്ടേഴ്സ് ആണ്. ക്യാപ്പിന് ഇതുപോലെ കളേഴ്സ് ആണ്, 2 കളറിൽ വരും. പെയർ ചെയ്യണം. സെയിം ഫീച്ചർ തന്നെ. ആകെ ഡിഫറൻസ് അവിടെ സ്മെല്ലും ഇവിടെ സൗണ്ടും, അത്രയേ ഉള്ളൂ. സ്മെല്ലിംഗ് സിലിണ്ടേഴ്സ് ആയതുകൊണ്ട് അടപ്പിൽ ഹോളും ഉണ്ടാവും. അത് മണത്ത് നോക്കിയിട്ടാണ് അവർ പെയർ ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആയില്ലേ? സെൻസോറിയൽ ഏരിയയിലെ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് മാത്തമാറ്റിക്കൽ ഏരിയ ഉണ്ട്, ലാംഗ്വേജ് ഏരിയ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. കാരണം 14 ക്ലാസ് ഉണ്ട് 12 മണിക്ക്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് മെസ്സേജ് വരും. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യണം. നാളത്തെ ടൈം, നാളെ PG ക്ലാസ് വേണ്ടി നാളെ എന്നുള്ള 8 ദിവസത്തേക്ക് എത്തിയിട്ട് നാളെ ക്ലാസ് കൊടുത്തരാൻ വേണ്ടി. അല്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഷിഫ്റ്റിലേക്ക് പോകേണ്ട ഒരു ക്ലാസ് അത് പറയാം. എനിക്ക് മെസ്സേജ് കിട്ടോ? ഓക്കെ, ചോദിച്ചട്ടെ? ആരെങ്കിലും ഒരാൾ ചോദിക്കാമോ? പ്ലീസ് ദിവസം കോണ്ടാക്ട് ചെയ്യോ? ഓക്കെ ഓക്കെ, എന്നാ ആയിക്കോട്ടെ. എനിക്ക് ക്ലിയർ ആവണില്ല. ഓക്കെ, പിന്നെ ആരെന്താ ചോദിച്ചേ? മിസ്സേ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വൈവയ്ക്ക് വരുമോ? ഇപ്പൊ മിസ് പഠിപ്പിക്കെ എന്തൊക്കെ ചോദിക്കണം ഞാനിങ്ങനെ ഗവേഷണം ചെയ്തോണ്ടിരിക്കുക. അല്ല, ഇതൊക്കെ പഠിക്കണം ഞങ്ങള്. അല്ല, ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. പ്രാക്ടിക്കലി നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്ന ഇത് നല്ലപോലെ മനസ്സിലാക്കുക. പിന്നെ നമ്മളൊരു റെക്കോർഡ് ബുക്ക് എഴുതിയിട്ടില്ലേ, അപ്പാരറ്റസ് റെക്കോർഡ് ബുക്ക്. പിന്നെ ഞാൻ പറഞ്ഞു ഡ്രസ്സിംഗ് ഫ്രെയിംസ് പറഞ്ഞു, മാച്ച് പറഞ്ഞു, പിങ്ക് ഫ്ലവർ, ബ്രൗൺ ചെയർസ്, നോബ്ഡ് സിലിണ്ടർ, നോബ്ലെസ് സിലിണ്ടർ, സൗണ്ട് സിലിണ്ടേഴ്സ്. ഇത് മുഴുവൻ ഇങ്ങനെ വായിച്ചു നോക്കൂ. കണക്ട് വീഡിയോസ് ഒക്കെ കാണാനോ അല്ലെങ്കിൽ നമ്മൾ തന്നെ റെക്കോർഡ് വീഡിയോ എടുത്ത് നോക്കിയാലോ അപ്പൊ അതിന്റെ ഐഡിയ കിട്ടും. നാളെ പറയുന്നത് നാളെ ക്ലാസ് ഉണ്ടെങ്കിൽ നാളെ കാണിക്കുന്നത് നാളെ വായിച്ചു നോക്കൂ. ഓക്കെ മാം, താങ്ക് യു. നമ്മൾ പറഞ്ഞില്ലേ സിമ്പിൾ ടു കോംപ്ലക്സ് എല്ലാം ഫസ്റ്റ് വായിച്ച് വൈകിട്ട് 10 മിനിറ്റ് വായിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ടഫ്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് വളരെ പാവം പിടിച്ച് മിസ്സുമാർ വന്ന് വൈവ ചെയ്യും. നിങ്ങളിന്ന് വേറെ കുളിപ്പിക്കും. എന്തുകൊണ്ടാ നോക്കാത്തതുകൊണ്ട്. Okay, all the best. Okay, bye ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Okay, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.
മെസ്സേജ് വരും കേട്ടോ ക്ലാസ്. മാം ഇന്ന് രാത്രി ഉള്ളത് തിയറി ക്ലാസ് അല്ലേ? അതെ അതെ 13 and 12 കംപ്ലീറ്റ്. ഇന്ന് രാത്രി എപ്പോ ടൈം എപ്പോഴാണ് മാം? എന്തോ ഇന്ന് ക്ലാസ് രാത്രി ഉണ്ടോ? നൈറ്റ് ഉണ്ടോ ക്ലാസ്? നിങ്ങൾക്കില്ല, നിങ്ങളുടെ കൂടെ എല്ലാ കുട്ടികളും ജോയിൻ ആയിട്ടുണ്ട്. അവരുടെ രാവിലെ 10:30ക്കുള്ള ക്ലാസ് ടൈമിലാണ് നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ വെച്ചത്. രാവിലത്തെ അവരുടെ ക്ലാസ് രാത്രി എത്തിയതേ ഉള്ളൂ. ഓക്കെ. ശരി.